അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ദേവാന്തകൻ എന്ന് പറയുന്ന മഹാസുരനെ ഭഗവാൻ വധിച്ചതുവരെ പറഞ്ഞു നിർത്തി. അതിനുശേഷം ഭഗവാൻ കാശിരാജാവിൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ കഥ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിലൊരു തോന്നലുണ്ടായി, ഇനിയും ഒരുപാട് കാലം വിനായകനെ ഇങ്ങനെ കൊട്ടാരത്തിൽ ഇരുത്തുന്നത് ശരിയല്ല. തൻ്റെ മകൻ്റെ കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നാണ് കശ്യപൻ്റെ അടുത്തുനിന്ന്. ഇനി ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് അച്ഛനമ്മമാരുടെ അടുത്ത് തിരിച്ചു കൊണ്ടുവിടണം എന്നുള്ള ഒരാഗ്രഹം അദ്ദേഹം പറഞ്ഞു. എൻ്റെ മകൻ്റെ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വിനായകനെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എന്താ നമുക്ക് ഗുണമുണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായ പല അപകടങ്ങളെയും അവൻ മാറ്റി തന്നു. എത്രയും പെട്ടെന്ന് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മകൻ്റെ കല്യാണം നടത്തി അതിൻ്റെ കാർമ്മികത്വം വിനായകനെ കൊണ്ട് ചെയ്യിച്ചിട്ട് വേണം തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടാക്കാൻ. അതുകൊണ്ട് ഇനി കല്യാണത്തിന് സമയം വൈകരുതെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിമാരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ശുഭമുഹൂർത്തമൊക്കെ ഒരുക്കി അതൊക്കെ കണക്കാക്കി ക്ഷണക്കത്തൊക്കെ തയ്യാറാക്കി എല്ലായിടത്തും കല്യാണം വിളിച്ച് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കാശിരാജാവിൻ്റെ മകനെ കല്യാണം കഴിക്കുന്നത് മഗധ രാജാവിൻ്റെ മകളാണ്. രാജാവ് മകളെയും കൊണ്ട് അവിടേക്ക് വന്നു. ധാരാളം വിവാഹ സമ്മാനങ്ങളുമൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈശ്വരന്മാരെയൊക്കെ വേണ്ട രീതിയിൽ പൂജിച്ചു. അങ്ങനെ ആ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്നു. ഭഗവാൻ തന്നെയാണ് അതിന് കാർമ്മികത്വം വഹിച്ചത്. കശ്യപന് വരാൻ സാധിക്കാത്തതുകൊണ്ട് വിനായകനാണ് അതിന് വേണ്ട പോലെ സഹകരിച്ച് നടത്തി കൊടുത്തത്. കല്യാണത്തിന് ശേഷം രാജാവ് എല്ലാവരെയും യാത്രയാക്കി. വിനായകനെ യാത്രയാക്കാനായിട്ട് ആഭരണങ്ങളും വസ്ത്രമൊക്കെ എടുത്തു. നല്ല ഭക്ഷണവും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് ഭഗവാനെ തേരിൽ കയറ്റി കശ്യപൻ്റെ ആശ്രമത്തിൽ പോയി. ഭഗവാൻ കാശി വിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഇത്രയും കാലം ഭഗവാന്റെ കൂടെ പന്ത് കളിച്ചും ഗോട്ടി കളിച്ചും മരത്തിൽ കയറിയിട്ടുമൊക്കെ കളിച്ച് നടന്ന ഭഗവാന്റെ സുഹൃത്തുക്കൾക്ക് വലിയ സങ്കടമായി. അവർ ഭഗവാനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ഭഗവാനും സങ്കടം വന്നു. സ്ത്രീജനങ്ങളും ഗുരുക്കന്മാരും ഒക്കെ വന്ന് നമസ്കരിക്കുകയും താലോലിക്കുകയൊക്കെ ചെയ്തു. എപ്പോഴാണ് തിരിച്ചു വരിക ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനമ്മയും കണ്ടിട്ട് കാലങ്ങളായി, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന രീതിയിൽ സംസാരിച്ചു. കാശിരാജാവ് വളരെ ശ്രമപ്പെട്ടിട്ട് അവരുടെ നിന്നൊക്കെ ഭഗവാനെ മാറ്റി തേരിൽ കയറ്റി കശ്യപൻ്റെ ആശ്രമത്തിലെത്തി. ആ പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഭഗവാൻ കാശി നഗരത്തിലെ സകല ജനങ്ങളെയും കൈകൂപ്പിയിട്ട് തൊഴുതിട്ട് പറഞ്ഞു, ഞാനിവിടെ ജീവിച്ച കാലത്ത് എന്നെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാശി നഗരവാസികളൊക്കെ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറഞ്ഞു. ഭഗവാന്റെ ആ വിനയവും സ്നേഹവും കണ്ടിട്ട് അങ്ങനെ കശ്യപൻ്റെ ആശ്രമത്തിൽ വൈകാണ്ട് എത്തി. അമ്മ അതിഥി മകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആരതിയൊക്കെ എടുത്ത് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയെ ദൂരത്തുനിന്ന് കണ്ടതേ തേര് നിർത്തി തേരിന്ന് ചാടി ഓടി അമ്മയെ പോയിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുത്തു. അമ്മ മകനും ഉമ്മ കൊടുത്തു. നീ എന്താ ഇത്രയും ദിവസം വരാൻ വൈകിയതെന്ന് പരിഭവമായിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മയെ കുറേ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കശ്യപ മഹർഷി വന്നു. കാശിരാജാവിനോട് ചോദിച്ചു, 2 ദിവസത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ കുട്ടിയെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണോ കൊണ്ടുവരിക എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, എന്നോട് തെറ്റ് വിചാരിക്കരുത്, അങ്ങയുടെ മകൻ്റെ പ്രവർത്തികൾ തന്നെയാണ് അതിന് കാരണം. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു രാക്ഷസനെ കൊന്നു, പിന്നെ അവൻ്റെ വീട്ടുകാർ മുഴുവൻ വരാൻ തുടങ്ങി. അങ്ങനെ അവരെയൊക്കെ കൊന്ന് എൻ്റെ മകൻ്റെ കല്യാണം നീണ്ടു. ആ കല്യാണം ഇന്നലെ കഴിഞ്ഞ ഉടനെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കല്യാണം നടത്താനാണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ കശ്യപന് തോന്നി ഇതിലും ഭേദം ഞാൻ പോവുകയായിരുന്നു നല്ലത് എന്ന് വിചാരിച്ചു. മകനെ പറഞ്ഞു വിട്ടതാണ് അബദ്ധമായത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് രാജാവിനും കശ്യപ മഹർഷി അനവധി സമ്മാനങ്ങൾ കൊടുത്തു. തിരിച്ചും കാഴ്ചക്കൊലയും ഒക്കെ വെച്ചു. രാജാവ് യാത്ര പറഞ്ഞ് കണ്ണീരോട് കൂടിയിട്ട് ഭഗവാനോട് യാത്ര പറഞ്ഞിട്ട് പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ സാന്നിധ്യം കാശി നഗരത്തിലുണ്ടാവും, ക്ഷേത്രങ്ങളിൽ മുഴുവൻ സദാ എൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നു. തിരിച്ച് രാജാവ് കാശിയിലെത്തി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ട് ചോദിച്ചു, ഗണപതി വന്നില്ലേ കൂടെ ചോദിച്ചു. അതെങ്ങനെയാണ് അവൻ്റെ അച്ഛൻ്റെ അമ്മടത്തേക്കല്ലേ പോയത്, അവൻ ഇനി എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിനായകൻ പറഞ്ഞിട്ടുണ്ട്, വിനായകൻ്റെ പ്രതിമ നിർമ്മിച്ചിട്ട് പ്രതിഷ്ഠിച്ചാൽ മതി,
ഡുണ്ടിരാജൻ എന്നുള്ള പേരിൽ അവൻ കാശിയിൽ സദാ വസിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഭഗവാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, കശ്യപ മഹർഷിയുടെ അടുത്തും അതിഥിയുടെ അടുത്തും ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മായാരൂപികളായിട്ടുള്ള പല അസുരന്മാരെയും വധിച്ചിട്ട് ഞാൻ എൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി. ദേവന്മാർക്കും വേണ്ട സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ഇന്ദ്രന് ദേവലോകം തിരിച്ചു കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോട്ടെ, അതിന് നിങ്ങൾ അനുമതി തരണം പറഞ്ഞു. അപ്പോൾ അവർക്ക് സങ്കടമായി. നീ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ വന്ന പാടെ തന്നെ വന്ന കാലിൽ നിന്നിട്ട് പറയുകയാണ് സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. സങ്കടമാണ് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവതാരം കഴിഞ്ഞാൽ, ഉദ്ദേശം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാൻ നിർവാഹമില്ല, നിങ്ങൾ എന്നെ അനുവദിക്കണം പറഞ്ഞു. അപ്പോൾ കശ്യപനും അതിഥിക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അവർ ഉയർന്ന തലത്തിലുള്ള അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ ഇനി ഞങ്ങൾക്ക് എന്നാ കാണാൻ സാധിക്കുക എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അച്ഛൻ പൂജിക്കണ്ടല്ലോ ദേവിയെ, ആ ദേവിയുടെ ക്ഷേത്രത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ വിധത്തിൽ പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഗൃത്സമത മഹർഷി കീർത്തി എന്ന് പറഞ്ഞ രാജ്ഞിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ആ കഥ ബ്രഹ്മാവ് വ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ്. വ്യാസൻ അത് ഭൃഗുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭൃഗു അത് സോമകാന്തന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശൗനകാദികൾക്ക് സൂതം പറഞ്ഞു കൊടുക്കണം. മറക്കരുത്, ഇത് ദിവസവും ഓർമ്മിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ കഥ എല്ലാ ഐശ്വര്യവും നൽകുന്നതാണ്. വീണ്ടും ഭഗവാന്റെ കഥകൾ പറയാനുണ്ട്. ത്രേതായുഗത്തിൽ നടന്നൊരു കഥയുണ്ട്. സിന്ധു എന്ന് പേരോട് കൂടിയിട്ടുള്ള ഒരു അസുരനെ വധിക്കാൻ ഭഗവാൻ മയൂരേശൻ എന്ന പേരിൽ മയൂരേശ്വരം എന്ന സ്ഥലത്ത് അവതരിച്ചു. അത് നമ്മുടെ തമിഴ്നാട്ടിലെ മയിലാടുതുറയാണ് ഈ മയൂരേശ്വരം. ഭഗവാന് മഹാദേവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മയൂരേശ്വരം. അവിടെ അവതീർണനായിട്ടുള്ള ആ ഗണപതി ഭഗവാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലം തൊട്ടിട്ട് ഒരുപാട് അത്ഭുതകരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം ഈ സിന്ധു എന്ന് പറയുന്ന അസുരൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയണം. ശിവൻ്റെ ആസ്ഥാനമാണെന്ന് പ്രസിദ്ധമായിട്ടുള്ള മയൂരേശ്വരത്തിൽ വിനായകൻ എങ്ങനെയാണ് ജനിച്ചത്, അദ്ദേഹത്തിന് മയൂരേശ്വരൻ എന്നുള്ള പേരെങ്ങനെയാണ് കിട്ടിയത്, ഇതൊക്കെ എന്നോട് വിസ്തരിച്ച് പറയണേ എന്ന് വ്യാസമഹർഷി ബ്രഹ്മാവിനോട് പറയണം. അപ്പോൾ ബ്രഹ്മദേവൻ പറയും, പണ്ട് ത്രേതായുഗത്തിൽ സിന്ധു എന്ന് പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു. അവൻ ശിവാലയത്തിൽ ജനിച്ച, ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പറന്ന് വീണ വിനായകൻ്റെ കൈ കൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഈ കാര്യം ശൗനകനും ചക്രപാണി രാജാവും തമ്മിലുണ്ടായിട്ടുള്ള ഒരു കഥയിലാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കഥ പറയാൻ പോണു. ചക്രപാണി രാജാവിനെ ജനങ്ങൾ വിഷ്ണുവിനെ പോലെയാണ് വിചാരിച്ചിരുന്നത്. ധർമ്മിഷ്ഠനും സുന്ദരനും നല്ല ഭരണാധികാരിയായിരുന്നു. ചാരുഹാസിനി എന്ന് പറയുന്ന പതിവ്രതയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാവ് വിഷ്ണുഭക്തനൊക്കെ ആയിരുന്നു, സദാചാരിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. മക്കളില്ലാത്ത എനിക്ക് എന്തിനാ രാജ്യം, ഞാൻ ഈ രാജ്യം വിട്ടുപോയി തപസ് ചെയ്യട്ടെ, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് രാജ്യഭരണം എന്ന് മന്ത്രിമാരോട് പറയുമ്പോൾ ആ മന്ത്രിമാർ പറയും, ഞങ്ങളും എന്നാൽ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് വരും, ഞങ്ങൾക്ക് അങ്ങേ പിരിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ ഇവർ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവ് പറഞ്ഞു, അല്ല നിങ്ങളിവിടെ നിൽക്കൂ, ജനങ്ങളുടെ കാര്യം നോക്കൂ, ഞാനൊന്ന് പോയിട്ട് തപസ് ചെയ്തിട്ട് പുത്രപ്രാപ്തി ഉണ്ടാക്കാനുള്ള വഴി നോക്കട്ടെ പറയും. ഇവർ സമ്മതിക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൗനക മഹർഷി അവിടേക്ക് വരും. ശൗനകൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് രാജാവ് അദ്ദേഹത്തെ സൽക്കരിച്ച് പൂജിക്കുമ്പോൾ, രാജാവേ എനിക്ക് അങ്ങയുടെ വിഷമം മനസ്സിലായി, അങ്ങ് കാട്ടിലൊന്നും പോണ്ട, ഞാൻ അങ്ങേക്ക് ഒരു വാക്ക് തരാം, അങ്ങേക്ക് താമസിക്കാണ്ട മകനുണ്ടാവും, അതിന് ഞാനൊരു വിദ്യ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായപ്പോൾ രാജാവ് ഉടനെ തന്നെ ആ വിദ്യ സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരുപാട് സ്വർണവും സമ്പത്തും പല സമ്മാനങ്ങളും കൊണ്ടേ വെച്ചു. ശൗനക മഹർഷി പറഞ്ഞു, എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാനിതൊന്നും സ്വീകരിക്കില്ല. ലോകത്തിൽ ആരുടെയെങ്കിലും സങ്കടങ്ങൾ കണ്ടാൽ ഞാൻ അവരുടെ കണ്ണീര് ഉടയ്ക്കുക എന്നല്ലാണ്ട് അതിന് പകരം വാങ്ങുന്ന സ്വഭാവം എനിക്കില്ല. ആലോചിച്ച് നോക്കണം, ഇതേ ശൗനകൻ്റെ അടുത്തിന് ഇപ്പോൾ സൂതനി കഥ പറയണത്. താൻ തന്നെ കഥാപാത്രമായിട്ട് വരുന്ന കഥയാണ് ഈ കേൾക്കണത് ആയിരക്കണക്കിന് കൊല്ലത്തിന് ശേഷം. അപ്പോൾ അങ്ങേ കണ്ടിട്ട് കുറേ നാളായതുകൊണ്ട് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങയുടെ കൊട്ടാരത്തിൽ വന്നതാണ്. അങ്ങ് ഇത്രയും സങ്കടപ്പെട്ടിരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, അതിനുള്ള മാർഗം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വ്രതം പറഞ്ഞുതരാം, സൗരവ്രതം, സൂര്യനെ ഉപാസിക്കുന്ന വ്രതം. സൂര്യനെ ഈ വിധത്തിൽ ഉപാസിച്ചാൽ എത്ര വർഷം കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണെങ്കിലും കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കണം. ആദ്യം ഇതൊരു മാസക്കാലം അനുഷ്ഠിക്കുന്ന സങ്കല്പം ചെയ്യണം. ഗണേശ പൂജ ആദ്യം ചെയ്യുക, അതിനുശേഷം സപ്തമാതൃക്കളെ പൂജിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർണ്ണക്കുടം എടുക്കുക,
എന്നിട്ട് സ്വർണം കൊണ്ട് സൂര്യൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കുടത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കണം. ഷോഡശോപചാരങ്ങൾ 16 ഉപചാരങ്ങളെ കൊണ്ട് പൂജിച്ചിട്ട് രക്തചന്ദനം, പുഷ്പങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് പൂജയ്ക്ക് ഉപയോഗിക്കണം. അറിയാമല്ലോ, സൂര്യന് വളരെ വിശേഷമാണ് രക്തചന്ദനം. നമുക്കിവിടെ ആദിത്യപുരത്ത് സൂര്യൻ ഇരിക്കുന്ന സ്ഥലമാണ് അല്ലേ, അവിടെ രക്തചന്ദനത്തിൻ്റെ മുട്ടി വെക്കുന്ന വഴിപാട് തന്നെയുണ്ട്. ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്യണം, ഭക്ഷണം നൽകണം. 1 മാസക്കാലം രാജാവ് അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ദീനന്മാർക്കും അന്ധന്മാർക്കും ഒക്കെ ദാനം ചെയ്യണം. ഇങ്ങനെ വ്രതാനുഷ്ഠാനം ചെയ്താൽ കുഞ്ഞുണ്ടാവും. രാജാവ് ഭാര്യയോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതം കഴിയാറായ സമയത്ത് ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ രാജ്ഞി ഒരു സ്വപ്നം കണ്ടു. പറയാൻ രാത്രിയാണ് ഉറങ്ങണത്. സൂര്യനെ കണ്ടു. സൂര്യൻ്റെ തേജസ് തൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് കണ്ടു. പിറ്റേ ദിവസം തൊട്ടിട്ട് രാജ്ഞിക്ക് ഗർഭലക്ഷണങ്ങൾ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ സൂര്യൻ്റെ തേജസ്സാണ് ഗർഭത്തിൽ വന്നതെന്നുള്ളതുകൊണ്ട് സാധാരണ മനുഷ്യ സ്ത്രീയല്ലേ, അവർക്ക് ആ ഗർഭം താങ്ങാൻ പറ്റാണ്ടായി. ദേഹം ചുട്ടുകൊള്ളുക. രാമച്ചം വെച്ചാലും പാല് കുടിച്ചാലും ഐസ് കട്ട നേരത്ത് വാരി ഇട്ടാലും ഒന്നും ശരീരം തണുക്കാതായി. തണുപ്പ് തരുന്ന ഭക്ഷണ സാധനങ്ങൾ അനവധി കഴിച്ചു നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അവസാനം സഹിക്കാതായപ്പോൾ ഇവർ ശരീരം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ജലം കോരി ഒഴിച്ചിട്ട് പോലും മാറണില്ല എന്ന് കണ്ടപ്പോൾ അവൾ ഒരു ദിവസം കടലിൻ്റെ കരയിൽ, സിന്ധുവിൻ്റെ കര, സിന്ധു വെച്ചാൽ കടൽ, സമുദ്രത്തിൻ്റെ കരയിൽ ചെന്നിട്ട് ആ ഗർഭത്തെ അവിടെ ഉപേക്ഷിച്ചു. ഇനി എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റില്ല, ഇതിലും ഭേദം കുഞ്ഞുങ്ങളില്ലാണ്ടിരിക്കുകയാണ്, എനിക്കിങ്ങനെ ചുട്ടുപൊള്ളി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, അല്ല നിൻ്റെ സുഖമാണ് പ്രധാനം, നിനക്ക് താങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, നീ സന്തോഷമായിട്ടിരിക്കണേ എനിക്ക് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് മനസ്സിലാക്കി. ആ രാജപത്നി ഗർഭത്തെ സമുദ്രക്കരെ കളഞ്ഞപ്പോൾ അതിന്ന് ആ തേജസ്സിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിശക്തനായിട്ടുള്ളൊരു ബാലൻ ജനിച്ചു. അതിഭയങ്കര തേജസ്, അതിഭീകരമായിട്ടുള്ള മുഖം, 3 കണ്ണ്, ചുവന്ന തലമുടി, ചക്രായുധം, തൃശൂലം, ഇത് രണ്ടും ധരിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യൻ്റെ തേജസ്സിൽ ശിവനും വിഷ്ണു അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശൂലായുധവും ചക്രായുധവും രണ്ടും ധരിച്ചിരിക്കണമെന്ന് പറയുന്നത്. സൂര്യൻ നമ്മൾ കാണുമ്പോൾ ഭഗവാന്റെ ആ കാണുന്ന ശരീരം നാരായണനാണ്. അതിനുകൊണ്ടാണ് നമ്മളതിനെ സൂര്യനാരായണൻ എന്ന് വിളിക്കുന്നത്. ധേയസദാ സവിതർമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കെയ്യൂരവാൻ മകരകുണ്ഠലവാൻ കിരീടി ഹരിഹിരൺമയ മൂർധൃത ശംഖചക്ര. സൂര്യനാരായണൻ്റെ ധ്യാനമാണത്. വൈഷ്ണവായിട്ടുള്ള ഗായത്രിക്കും ജപത്തിന് ഈ ധ്യാനം ഉപയോഗിക്കാം. ഈ സൂര്യൻ്റെ ആത്മാവായിട്ടിരിക്കുന്ന ശക്തിയുണ്ട്. സൂര്യൻ്റെ ശരീരം സൂര്യനാരായണൻ, സൂര്യൻ്റെ ആത്മാവ് ശിവസൂര്യമൂർത്തി. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കിഴക്കോട്ട് പടിഞ്ഞാട്ടേക്ക് ദർശനമായിട്ട് കിഴക്ക് ശിവാലയങ്ങളിൽ ശിവസൂര്യനെ പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും, നവഗ്രഹങ്ങളല്ലാതെ. ഇപ്പോൾ കൽപ്പാത്തിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പാലക്കാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ശിവസൂര്യനെ കാണാം. ശിവസൂര്യമൂർത്തി എന്ന് പറയും. ചുവന്ന പട്ട ഉടുപ്പിക്കുള്ളൂ. അത് ശിവൻ്റെ അംശത്തോടു കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ശിവൻ്റെ ചൈതന്യമായിട്ടുള്ള സൂര്യൻ. ഇപ്പോൾ സൂര്യൻ്റെ ശരീരം നാരായണനും സൂര്യൻ്റെ ആത്മാവ് ശിവനുമാണ്. ആ സൂര്യൻ്റെ ആത്മാവിൻ്റെ ബീജാക്ഷരം സുബ്രഹ്മണ്യ സ്വാമിയുടെ ബീജാക്ഷരമാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ്. സൂര്യനിൽ സമസ്ത ദേവതകളുണ്ട്. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ വയ്യ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ അമ്പലം വളരെ ദൂരെയാണ്, നമുക്ക് എന്നും പോയി കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏത് ദേവനോ ആയിക്കോട്ടെ, സൂര്യമണ്ഡലത്തിൽ രാവിലെ ആ ഭഗവാനെ ആരാധിച്ചാൽ മതി. സൂര്യനെപ്പോലെ ശക്തിയുള്ളൊരു വിഗ്രഹം ഈ ലോകത്തിലില്ല. അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും, മഹാദേവനെയോ നാരായണനെയോ അമ്മയോ ഗണപതിയോ സുബ്രഹ്മണ്യ സ്വാമിയോ ജാത്തൻ സ്വാമിയോ ഏത് ദേവനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂര്യമണ്ഡലത്തിൽ ആരാധിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഭാവം എന്താണെങ്കിലും ആ ഭാവത്തിൽ സൂര്യമണ്ഡലത്തിൽ ആരാധിക്കാം. അത് തേജസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ കുട്ടി ജനിച്ചു. അവൻ പിറന്നു വീണ ഉടനെ അലറിയപ്പോൾ ലോകം മുഴുവൻ ഞെട്ടി വിറച്ചു. ആ പ്രായത്തിൽ തന്നെ ലോകത്തിനെ മുഴുവൻ ആക്രമിക്കാനുള്ള സ്വഭാവമാണ് അവൻ കാണിച്ചത്. ചില കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ കണ്ടറിയാം കയ്യിലിരിപ്പ് എന്താണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയ്യിലിരിപ്പ് അവൻ കാണിച്ചു. ബാലൻ സമുദ്രത്തിലേക്ക് ഇറങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഇത്ര അപകടം പിടിച്ചൊരു ചെക്കൻ എൻ്റെ ഗർഭത്തിൽ താമസിച്ചാൽ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് സമുദ്രം അവനെ പിടിച്ച് നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവനെ അച്ഛനമ്മമാർ ചക്രപാണിയുടെയും ചാരുഹാസിൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കി. ദാ നിങ്ങളുടെ മകൻ എൻ്റെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇവൻ വളരെ കുഴപ്പം പിടിച്ചവനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊരു മുന്നറിയിപ്പും കൊടുത്തു. പക്ഷേ രാജാവിന് രാജ്ഞിക്ക് കുട്ടിയെ കിട്ടിയെന്നുള്ള സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അവനെ സിന്ധു എന്ന് പേര് വിളിച്ചു. സിന്ധുവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതുകൊണ്ട് 7 കടലുകളെ നമ്മൾ സപ്തസിന്ധു എന്ന് പറയും അല്ലേ, അതുപോലെ സിന്ധു എന്ന് വിളിച്ചു. അങ്ങനെ ജാതകർമ്മം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്ത്
അവന് ഐശ്വര്യത്തെ കൊടുത്തു. വലിയ ആഘോഷമായിട്ട് അവൻ്റെ ജന്മോത്സവം നടത്തി. അവന് ചുവന്ന നിറം കൂടിയായിരുന്നുകൊണ്ട് അവനെ രക്താംഗൻ എന്ന് വിളിച്ചു. അതിഭയങ്കര കണ്ണുകളുള്ളതുകൊണ്ട് ഉഗ്രേക്ഷണം എന്നും പേര് വിളിച്ചു. നാട്ടുകാർ ശൗനക മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായവനായതുകൊണ്ട് അവനെ വിപ്രപ്രസാദൻ എന്ന് വിളിച്ചു. വിപ്രഞ്ച വിശേഷണമായിട്ടുള്ള പ്രജ്ഞയുള്ളവൻ എന്നർത്ഥം, ബ്രഹ്മജ്ഞാനി എന്നർത്ഥം. അങ്ങനെയുള്ളവൻ പ്രസാദിച്ചിട്ടുണ്ടായ കുട്ടി, അല്ലാണ്ട് ജാതി ബ്രാഹ്മണനല്ല ശരിക്കും വിപ്രൻ. വിശേഷണ പ്രജ്ഞ ഉണ്ടാവണം എന്നാണ് നിർബന്ധം. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കുട്ടി, ചില കുട്ടികളുണ്ട് അവർക്ക് എന്തെങ്കിലും നശിപ്പിച്ചേ പറ്റൂ. ആരാൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ടി വി തല്ലി പൊളിക്കും, ഷോക്കേസിലിരിക്കുന്ന സാധനങ്ങളെടുത്ത് പുറത്തെറിയും, ഇങ്ങനെയൊക്കെ കാണിക്കാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അച്ഛനും അത് വലിയ കൗതുകമായിരിക്കും. അവർ നോക്കിയിട്ട് അവൻ അങ്ങനെയാണെന്ന് പറയും. നമ്മുടെ വീട്ടിൽ ഓരോരോ സാധനമായിട്ട് ഇവർ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കും. നോക്കിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുട്ടികളെ ശിക്ഷിക്കേണ്ട കാലത്ത് ശിക്ഷിച്ചില്ലെങ്കിൽ ലാളനെയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് കണ്ണടയ്ക്കണ അച്ഛനും അമ്മയും നാളെ കരയും. നമ്മുടെ വീട്ടിലെ ടി വിയോ ടീപ്പോയോ തല്ലി പൊളിച്ചിട്ടുണ്ടാവുള്ളൂ, അത് നമുക്ക് നേരാക്കാം. അവിടെ തല്ലി പൊളിപ്പിക്കപ്പെടുന്നത് അവരുടെ സ്വന്തം അച്ഛനമ്മമാരുടെ ജീവിതമാണ്. അതുകൊണ്ട് അത് നോക്കേണ്ടത് അവരുടെ കടമയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പല പ്രഭാഷണങ്ങളും തുറന്നു പറയാറുണ്ട്. മുതിർന്നവർ ചെയ്ത തെറ്റ് ക്ഷമിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തെറ്റ് ക്ഷമിക്കരുത്. കാരണം ഇതൊരു ശരീരമാണ്. ഇതിപ്പോൾ ഇളം പ്രായമാണെന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. കയ്യിലിരിപ്പ് ഒരുപാടാണ്. പല വേണ്ടാത്തരം ചെയ്തിട്ടാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് പൂർവ്വത്തിലെ വാസനയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ശിശുവാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കരുത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ അത് വലിയ അപകടമാവും. കാരണം ഒരു കുട്ടിയെ മര്യാദയ്ക്ക് വളർത്താൻ സാധിക്കുന്ന വാസ്തവത്തിൽ 10 വയസ്സ് വരെ മാത്രം, 12 മാക്സിമം. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിയും തോറും. നിഷ്കളങ്കത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 5ഉം 6ഉം വയസ്സുള്ള കുട്ടിക്ക് വരെ നിഷ്കളങ്കത ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലിരിപ്പുകളെയൊക്കെ ബാലചാബല്യമായി കണ്ട് സന്തോഷത്തോടു കൂടി കണ്ണീരൊഴുക്കി ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ്. കാരണം ഇവൻ ചെയ്യണ പണി എന്താ? മുറ്റത്ത് നിൽക്കണം, മരത്തിനൊക്കെ പറിച്ചിട്ട് എറിയും. ആരുടെയെങ്കിലും വീട്ടിൽ പോയാൽ അവരുടെ വീട്ടിലെ സകല സാധനങ്ങളും തല്ലി തകർക്കും. കാട്ടിൽ പോയി കളിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ കൊടിമുടികളെ ഇടിച്ചു പൊളിക്കുക. കാട്ടാന ഒരു ദിവസം അവൻ്റെ മുന്നിൽ അബദ്ധത്തിൽ പോയി പെട്ടു. നമ്മൾ പറയും നമ്മൾ അബദ്ധത്തിൽ കാട്ടാനയുടെ മുന്നിൽ പോയി പെട്ടു എന്ന്. പാവം കാട്ടാന അവൻ്റെ മുന്നിൽ പോയി പെട്ടു. അവൻ ആ കാട്ടാനെ തുമ്പിക്കൈ പിടിച്ചിട്ട് വലിച്ചൊരൊറ്റ അടി അത് ചത്തുപോയി, വാരിയല് തകർന്നിട്ട്. ഇങ്ങനെ അതിമാനുഷമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തപ്പോൾ മകൻ്റെ വീരമാണ് അത് മുഴുവൻ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാർ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 10-14 വയസ്സായപ്പോഴേക്കും അവന് തോന്നാൻ തുടങ്ങി ഭൂമിയും സ്വർഗവും പാതാളവും ഒക്കെ ജയിക്കണം. അതുകൊണ്ട് തപസ് ചെയ്യാൻ കാട്ടിൽ പോകാൻ അനുമതി തരണം എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അച്ഛനും അമ്മയും വളരെ വിഷമത്തോടെ ആണെങ്കിലും മകൻ്റെ ആ പിടിവാശിക്ക് വഴങ്ങിയിട്ട് അവനെ പറഞ്ഞയച്ചു. കാട്ടിൽ വളരെ വിജനമായിട്ടുള്ളൊരു തപസ്ഥലം കണ്ടെത്തി അവിടെ തപസ് തുടങ്ങി. പർവ്വതത്തിനെ പോലെ നിശ്ചലമായിട്ട് നിന്നിട്ടുള്ള തപസ്സായിരുന്നു. മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ശുക്രമഹർഷിയായിരുന്നു. ഊർദ്ധബാഹുവായിട്ട് 2 കൈയും മേപ്പോട്ടോ ഉയർത്തി വൃക്ഷാസനത്തിൽ ഒരു കാലം ഉയർത്തി പെരുവേരൽ കുത്തി നിന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് സൂര്യനെയാണ് തപസ് ചെയ്തത്. അങ്ങനെ വെയിലും മഴയൊന്നും നോക്കാണ്ട് അനവധി കാലം തപസ് ചെയ്തപ്പോൾ അവൻ്റെ തേജസ് വർദ്ധിച്ചിട്ട് സൂര്യന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കി. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു. ശരീരരൂപത്തിലുള്ള സൂര്യനെ കണ്ടപ്പോൾ അവനും സന്തോഷമായി. അവൻ സമഷ്ടാംഗം നമസ്കരിച്ചിട്ട് സ്തോത്രങ്ങളൊക്കെ ചൊല്ലി. അങ്ങനെ ചൊല്ലി നമസ്കരിച്ചപ്പോൾ സൂര്യൻ എന്ത് വരാ വേണ്ട ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ആർക്കും കൊല്ലാൻ പറ്റരുത്. എനിക്ക് ആരെൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നാലും ജയിക്കണ ആൾ ഞാനായിരിക്കണം. ഈ ഒരു വരം ചോദിച്ചു. ദേവന്മാരും മനുഷ്യന്മാരും മറ്റ് ദിവ്യന്മാരും യക്ഷന്മാരും ഒന്നും എന്നെ കൊല്ലാൻ ശക്തരാവരുത്. മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ഒന്നും എന്നെ കൊല്ലാൻ പറ്റരുത്. രാത്രിയോ പകലോ പ്രഭാതത്തിലോ എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് സൂര്യൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ആവട്ടെ, നീ എൻ്റെ മകൻ തന്നെ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളത് തരാൻ പറഞ്ഞിട്ട് ഒരു അമൃതകുംഭം ഞാൻ നിനക്ക് തരാം. ഈ അമൃതകുംഭം നിൻ്റെ കയ്യിലിരിക്കുന്ന കാലം വരെ നീ ഈ പറഞ്ഞ എല്ലാ നിബന്ധനകളും ഉണ്ടാവും. നിന്നെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ ഈ അമൃതകുംഭം ഒരിക്കൽ ആരെങ്കിലും വന്ന് പിടിച്ചു പറിച്ചെടുത്താൽ അവൻ നിന്നെ കൊല്ലും പറഞ്ഞു. അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ട് ഒരു അമൃതകുംഭം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 3 ലോകത്തിലും നിനക്ക് അതീശത്വം സ്ഥാപിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അപ്രദക്ഷിണായി. ഇദ്ദേഹം സന്തോഷത്തോടുകൂടി ആ വരബലത്തോടുകൂടി വീട്ടിൽ വന്നു. അച്ഛനമ്മമാരുടെ അടുത്ത് വന്നിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് സൂര്യൻ വന്നപ്പോൾ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ
സൂര്യൻ്റെ വരം കൊണ്ട് നിങ്ങളുടെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരും എന്നും പറഞ്ഞ് അവരെ നമസ്കരിച്ചു. ചക്രപാണിക്ക് മനസ്സിലായി മകൻ വരബലം നേടി മിടുക്കനായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തനിക്കിനി ഈശ്വരാരാധന ചെയ്യാനായിട്ട് സമയമായി. അവനെ രാജ്യാഭിഷേകം ചെയ്തിട്ട് അദ്ദേഹം ഭാര്യയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോയി. സിന്ധു ഉടനെ തന്നെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആദ്യം തന്നെ എവിടെയാണ് നമുക്ക് ആക്രമിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു. അധികാരത്തിലേറി ഒന്നാമത്തെ ദിവസം യുദ്ധ. അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് പിടിച്ചടക്കി. ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ആ രാജാക്കന്മാർ നമസ്കരിച്ചു. അപ്പോൾ അവരുടെ നിന്ന് കപ്പം വാങ്ങിയിട്ട് അവരെ ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെ ധാരാളം രാജ്യവിസ്തൃതി വരുത്തി. ശുംഭൻ, നിശുംഭൻ, വൃത്രൻ, പ്രചണ്ഡൻ, കാലൻ, കടമ്പൻ, ശംബരൻ, കമലാസുരൻ ഇങ്ങനെയുള്ള അനവധി ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ സിന്ധുവിനെ പോലെ ശക്തനായിട്ടുള്ള ഒരു രാജാവ് ഭൂമണ്ഡലം ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനെ സേവിക്കാൻ വേണ്ടി വന്നുകൂടി. എപ്പോഴും അങ്ങനെയാണ്, ഒരു ദുഷ്ടൻ അധികാരസ്ഥാനത്ത് വന്നാൽ അവൻ്റെ ഓശാരം പറ്റി ജീവിക്കാൻ വേണ്ടിയിട്ട് അനവധി ദുഷ്ടന്മാർ താനെ വരും. നമ്മുടെയൊക്കെ ചുറ്റും അതാണ് നടക്കണം, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അപ്പോൾ ഇങ്ങനെ അതിൽ പ്രകാരം ഇന്ദ്രാദികളെ സിന്ധു തോൽപ്പിക്കേണ്ടതാണെന്ന് അവന് ഉപദേശിച്ചു. അങ്ങേപ്പോലുള്ള രാജാവ് ഈ ചെറിയ മനുഷ്യരാജാക്കന്മാരെ ഒന്നും കീഴടക്കിയിട്ടിരുന്നിട്ട് കാര്യമില്ല, വರ್ತല്ല. അങ്ങ് ആക്രമിച്ച് കീഴടക്കേണ്ടത് ഇന്ദ്രനെയാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അങ്ങ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയും, ഞാൻ ആദ്യം അമരാവതി പിടിക്കാം, അതിനുശേഷം ഞാൻ പാതാളം പിടിക്കാം. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള സിന്ധുവിൻ്റെ മനുഷ്യ സൈന്യവും അസുര സൈന്യവും ഒക്കെ ആയിട്ട് ഇവർ അമരാവതിയിലേക്ക് പ്രവേശിച്ച് അവിടെ മുഴുവൻ കൊള്ളയടിച്ച് അവിടെയുള്ള രത്നവും സ്വർണവും വിലപ്പിടിപ്പുള്ള സകല വസ്തുക്കളും സൂപ്പർ മാർക്കറ്റിൽ മിഡ് നൈറ്റ് സെയിൽ നടക്കുമ്പോൾ ജനം കയറണം കണ്ടിട്ടില്ലേ, അതുപോലെ കയറി അങ്ങോട്ട് കൊള്ളയടിച്ച് തകർത്തു. അങ്ങനെ കൊള്ളയടിച്ചിട്ട് ദേവസഭയിലിരിക്കുകയായിരുന്ന ഇന്ദ്രൻ തൻ്റെ നഗരത്തിനുണ്ടായിട്ടുള്ള ആക്രമണ വിധി മനസ്സിലാക്കിയിട്ട് സിന്ധു നഗരം ഉപരോധിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ദേവസൈന്യത്തിനെ ഇറക്കി. ഐരാവതം എന്നുള്ള വാഹനത്തിൻ്റെ മുകളിൽ കയറി സിന്ധുവിൻ്റെ നേരെ ചെന്ന് വജ്രായുധം പ്രയോഗിച്ചു. ആഞ്ഞൊരൊറ്റ വെട്ടുവെട്ടി. സിന്ധു ബോധം കെട്ട് നിലത്ത് വീണെങ്കിലും അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റിട്ട് പാഞ്ഞ് ഒറ്റ കാല് കുത്തി ചാടി ആകാശത്ത് കൂടെ വന്നിട്ട് ഐരാവതത്തിൻ്റെ മസ്തകം നോക്കിയിട്ടൊരു അടി വെച്ച് കൊടുത്തു. അതോടുകൂടിയിട്ട് ഐരാവതത്തിൻ്റെ മസ്തകം പൊട്ടി ചോരയൊലിച്ച് കൊമ്പുകളെ പിടിച്ച് തിരിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഐരാവതത്തിന് ഭ്രാന്ത് പിടിച്ച മാതിരിയായി, വേദനിച്ചിട്ട് ഇന്ദ്രനെ കുടഞ്ഞ് താഴെയിട്ടു. ഇന്ദ്രൻ താഴെ വജ്രായത്തോടുകൂടി, വജ്രായത് ഇപ്പുറത്തും വീണു, ഇന്ദ്രൻ ഇപ്പുറത്തും വീണു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബുദ്ധി ഉപയോഗിച്ച് ഇന്ദ്രനെ താഴെ വീഴ്ത്തി. എല്ലാവരും ആ അസുര നേതാവിൻ്റെ മേൽക്കോയും അംഗീകരിച്ച് ഇന്ദ്രൻ അവിടുന്ന് പോവുകയും അമരാവതി അവൻ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് നാരായണൻ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തിൽ ദേവഗണങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രനും മറ്റുള്ളവർ ഓടി വന്നിട്ട് പറഞ്ഞു, സിന്ധു ഇങ്ങനെ അമരാവതി ആക്രമിച്ച് കീഴടക്കി, അവിടുന്ന് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ ഗരുഡനെ വിളിച്ച് അമരാവതിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അമരാവതി പിടിച്ചടക്കിയിരിക്കുന്ന ആ ദുഷ്ടനായിട്ടുള്ള സിന്ധുവിനെ കണ്ടു. കുബേരനെയും വരുണനെയും വായുവിനെയും അഗ്നിയും ഇന്ദ്രനെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കീഴടക്കിയിട്ടുള്ള അവൻ്റെ പരാക്രമം ഭഗവാന് മനസ്സിലായി. മാത്രമല്ല ശുംഭനിശുംഭന്മാർ ഭഗവാനെ ആക്രമിക്കാൻ വന്നു. ആയുധം കൊണ്ടുള്ള യുദ്ധം സഫലമാകാണ്ട് വന്നപ്പോൾ ഭഗവാനുമായിട്ട് മല്ലയുദ്ധം തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ അടികൊണ്ട് ചിലരൊക്കെ ബോധശൂന്യരായിട്ട് മാറിയെങ്കിലും വീണ്ടും അവരൊക്കെ എഴുന്നേറ്റ് യുദ്ധം തുടങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അനവധി പേരെ വധിച്ചെങ്കിലും അസുരന്മാരെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ചിലവർ വന്നിട്ട് ഭഗവാനെ നാരായണ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ചില അസുരന്മാരെ അഭയം പ്രാപിച്ചു. അവരെ ഒന്നും ഭഗവാൻ കൊന്നില്ല. വേറെ ചില വ്യക്തികൾ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ഭഗവാൻ തൻ്റെ വിരാട് ശരീരം കാണിച്ചു, കൃഷ്ണൻ നാരായണൻ. അങ്ങനെ ആ വിരാട് ശരീരം കണ്ടിട്ട് ഭയമുണ്ടായി. ഭഗവാൻ അപ്പോൾ ഉറക്ക പാഞ്ചജന്യം എടുത്തിട്ട് വിളിച്ചു. ആ ശംഖനാദം കേട്ടിട്ടേ അനവധി അസുരന്മാർ മരിച്ചുപോയി. ശംഭു തുടങ്ങിയിട്ടുള്ള ആ ശുംഭൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരെയൊക്കെ ഭഗവാൻ തൻ്റെ വിരാട് രൂപം കാണിച്ചിട്ട് മോഹിപ്പിച്ച് ബോധം കെടുത്തി. ചണ്ഡൻ, മുണ്ഡൻ, നിശുംഭൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഭഗവാന്റെ മായയിൽ മോഹിതരായി. കാലൻ, കമലൻ, ഭൗമൻ, കദംബൻ തുടങ്ങിയിട്ടുള്ളവർ ഭഗവാന്റെ ചക്രത്തിന് എരയായി. കോലാസുരനെ ഭഗവാൻ കൗമോദകീ ഗത കൊണ്ട് അടിച്ച് തകർത്തു. ഇങ്ങനെ അനവധി പേരെ വധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിന്ധു ഭഗവാന്റെ മുന്നിൽ യുദ്ധോദ്യുക്തനായിട്ട് എത്തിച്ചേർന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. എത്രയോ കാലം യുദ്ധം നടന്നു. ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് ഭർഷിച്ചു. നീ വെറും മിന്നാമിനിങ് പോലെ, നിനക്ക് ആരാ വിഷ്ണു എന്ന് പേരിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം എന്താ പറയുക അസഭ്യവർഷം ചെയ്ത് ഭഗവാനെ ഗർജിച്ചുകൊണ്ട് അവൻ ആക്രമിച്ചു. ഭഗവാൻ പറഞ്ഞു, വാക്കുകൊണ്ടല്ല പരാക്രമം കാണിക്കേണ്ടത്, നീ മര്യാദയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യേ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ പരാക്രമം കണ്ടപ്പോൾ ഭഗവാന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു
മതിപ്പ് തോന്നി അവനോട്, ഭഗവാനോട് മതിപ്പ് ഭഗവാന് ഇവനോട് മതിപ്പ് തോന്നി. ഭഗവാൻ ഇതെപ്പോഴും ചെയ്യാറുണ്ട്, മധുകൈടവന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴും ഭഗവാന് മതിപ്പ് തോന്നും. അതാണ് ശരിയായിട്ടുള്ള യുദ്ധനീതി. ശത്രുവിനോട് മതിപ്പ് തോന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു വരം തരാമെന്ന് വിചാരിക്കുകയാണ്. മധുവിനോടും കൈടവനോടും ഇതേ വരമാണല്ലോ ചോദിച്ചത്. അപ്പം കരയിലും കടലിലും എവിടെ വെച്ചിട്ടും കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വരം മേടിച്ചു. ഭഗവാന്റെ ബുദ്ധി അവർക്കറിയില്ല. ഭഗവാൻ ഉടനെ അവരെ അടുത്ത് തുടയിൽ വെച്ച് കൊല്ലുക ചെയ്ത്. അപ്പോൾ അതുപോലെ ഒരു പണി ഒപ്പിച്ചു, വരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ മധുവിനെയും കൈടവനെയും പോലെ അതിനെ പുച്ഛിച്ചില്ല. അവന് ഭഗവാൻ ഇഷ്ടമാണ് സിന്ധുവിന്. പക്ഷേ തൻ്റെ അഹങ്കാരം പാടിയറവ് വയ്ക്കാൻ വയ്യാതാനും ഭഗവാൻ വരം തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. താണു വണങ്ങിയിട്ട് പറഞ്ഞു, ദേവദേവ, എനിക്ക് വളരെ സന്തോഷമായി, എന്നിൽ പ്രീതനായി, എൻ്റെ പരാക്രമം കണ്ട് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അങ്ങ് ഞാൻ ചോദിക്കുന്ന ഒരു വരം തരണം. അങ്ങ് ഈ വൈകുണ്ഠമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗണ്ഡകി നഗരത്തിൽ പോയിട്ട് താമസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ ഗണ്ഡകി നഗരത്തിലേക്ക് പോകാൻ വിഷ്ണു തയ്യാറായി. ഗണ്ഡകി എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ നീ പറയണ വരം ഞാൻ നൽകാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു യുദ്ധം അവസാനിപ്പിച്ചിട്ട് മഹാലക്ഷ്മിയെ വിളിച്ച് വൈകുണ്ഠം ഉപേക്ഷിച്ചിട്ട് ഗണ്ഡകിയിലേക്ക് പോയി. ദേവേന്ദ്രനും ആൾക്കാരും എന്ന് വെച്ചു, ഭഗവാൻ ഇതെന്ത് കൊലച്ചതിയായി ചെയ്യണത്, അങ്ങ് ഇവനോട് യുദ്ധം ചെയ്യാൻ വന്നിട്ട് ഇവനിപ്പോൾ വരവും കൊടുത്തിട്ട് അങ്ങ് വൈകുണ്ഠം വരെ ഉപേക്ഷിച്ചിട്ട് ഗണ്ഡകിയിലേക്ക് പോകണമല്ലോ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തിനൊരു കാലമുണ്ട് ഇന്ദ്ര, ഇപ്പം അതിങ്ങനെ നടക്കേണ്ട കാലമാണ്. ഞാൻ വൈകുണ്ഠം വിട്ടു പോകേണ്ട സമയമാണ്. അത് ഇവൻ വഴി വന്നു എന്ന് മാത്രം, സമയമാകുമ്പോൾ ഇവൻ മരിച്ചോളും, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണുവിനെ അവിടുന്ന് ഗണ്ഡകി നഗരത്തിലേക്ക് പറഞ്ഞയച്ചു. ഗണ്ഡകി നദി ഒഴുകുന്ന സ്ഥലം, അതായത് നേപ്പാൾ, അവിടെ മഹാവിഷ്ണു പോയിട്ട് മറ്റ് പല കഥകളിലും അതുണ്ട്. തുളസിയുടെ ശാപം, വൃന്ദയുടെ ശാപത്തിലൊക്കെ കല്ലായിട്ടിരിക്കട്ടെ അവിടുന്ന് എന്നൊക്കെ പറയണ്ടല്ലോ. അതാണ് ഈ സാളഗ്രാമം. മഹാവിഷ്ണുവിൻ്റെ ശരീരരൂപം പാറയായിട്ട് ഭഗവാൻ ഇരുന്ന സ്ഥലമാണ് ഗണ്ഡകി നദിയിൽ. അനേകായിരം വർഷങ്ങൾ കൊണ്ട് ഈ വെള്ളത്തിലൊരു വണ്ടുണ്ട്. ഈ വണ്ട് ഇങ്ങനെ തുളച്ച് പാറയുടെ ഉള്ളിൽ ഓരോ പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നോക്കിയിട്ടാണ് ലക്ഷ്മീനാരായണ സാളഗ്രാമം, സുദർശന സാളഗ്രാമം, നരസിംഹ സാളഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളത്. അനേക ലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. സാളഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തണ്ട, അതിലെപ്പോഴും വിഷ്ണു ഉണ്ടാവും. ഒരു സാളഗ്രാമം വെറുതെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചാൽ പോലും അതിൽ ഗുരുവായൂരപ്പനുണ്ടാവും. അതുകൊണ്ട് അത് വയ്ക്കുന്നതും വളരെ ശ്രദ്ധയോടും ശുദ്ധിയോടെയും വേണമെന്ന് പറയുന്നത്. എന്താണെങ്കിലും ആ സാളഗ്രാമത്തിനെ കുറിച്ചൊന്ന് പറയാൻ സാധിച്ചു. സാളഗ്രാമത്തിനെക്കുറിച്ച് പറയണതും കേൾക്കണതും പുണ്യമാണെന്നാണ് പറയുക. അപ്പം അങ്ങനെ അതവിടെ നിൽക്കട്ടെ, അത് ആ ഒരു ഭാഗം നിൽക്കട്ടെ. ഇവിടെ നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛനമ്മമാരെ പോയി കണ്ടിട്ട്, ഞാൻ മഹാവിഷ്ണുവിനെ വരെ അനുനയിപ്പിച്ചിട്ട് വൈകുണ്ഠം ഉപേക്ഷിപ്പിച്ചു, ഇന്നേ വരെ ഒരാൾക്കും വൈകുണ്ഠം ഉപേക്ഷിപ്പിച്ച് ഭഗവാനെ പറഞ്ഞേക്കാൻ സാധിച്ചിട്ടില്ല, ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അവൻ അഹങ്കാരം സഹിക്കാൻ വയ്യ. കാരണം വിഷ്ണുവിനെ വരെ ഞാൻ തോൽപ്പിച്ചു, അതുകൊണ്ട് ഇനി മുതൽക്ക് എൻ്റെ പ്രതിമകൾ വെച്ച് ആരാധിച്ചാൽ മതി എല്ലായിടത്തും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കുന്ന റേഷനറിയുടെ ബാഗിൽ വരെ ഫോട്ടോ ഒട്ടിച്ചിട്ട് കൊടുക്കുന്നത് പോലെ മൂപ്പര് സകല സ്ഥലത്തും സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ ഉള്ള വിഗ്രഹങ്ങളെ തകർത്തിട്ട് സ്വന്തം വിഗ്രഹം എടുത്തിട്ട് വെപ്പിച്ചു. തൻ്റെ പേരിൽ ഇനി പൂജ കഴിച്ചാൽ, ഓം സിന്ധവേ നമാന്നും പറഞ്ഞിട്ട് പൂജ കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് മന്ത്രവും കൊടുത്തു. അങ്ങനെ എല്ലാവരെയും കൊണ്ടും പൂജ കഴിപ്പിച്ച് അതിൻ്റെ ചെണ്ട കൊട്ടിയിട്ട് നാട്ടിൽ മുഴുവൻ, ഭൂമണ്ഡലം മുഴുവൻ, സ്വർഗ്ഗലോകം മുഴുവൻ വിളംബരം ചെയ്യിപ്പിച്ചു. അവസാനം ഗതി കെട്ടിട്ട് രാക്ഷസന്മാരും അസുരന്മാരും സ്നേഹത്തോടെയാണ് അനുസരിച്ചത്. ദേവന്മാരും ഋഷിമാരൊക്കെ ഗതി കെട്ട് നിവൃത്തിയില്ലാണ്ട് അവനെ പൂജിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋഷിമാർക്ക് തോന്നി, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മഹാപാപം സംഭവിക്കും, അതുകൊണ്ട് നമുക്ക് മേരുപർവ്വതത്തിലേക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവർ മേരുപർവ്വതത്തിലേക്ക് പോയി. ഈ സമയത്ത് അസുരന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് അവൻ പൂർണ്ണമായിട്ടുള്ള അഹങ്കാരത്തിലേക്ക് വഴുതി വീണ് ഭയങ്കര ദ്രോഹങ്ങളെ ചെയ്യാൻ തുടങ്ങി. സിന്ധു തടവിലാക്കിയിട്ടുള്ള ദേവന്മാർ എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് തങ്ങളുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു. ഗണപതി ഭഗവാനെ പൂജിക്കാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഇല്ലാണ്ടാക്കണത് അദ്ദേഹമാണ്. മാഘമാസത്തിൽ കറുത്ത പക്ഷത്തിൽ ചതുർത്ഥി നാളിൽ ഭഗവാനെ പൂജിക്കാൻ പറഞ്ഞിട്ട് ആ ചതുർത്ഥി വ്രതത്തിൻ്റെ മഹിമ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ ഇവനെ വധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ, വരുണൻ, കുബേരൻ, യമൻ, അഗ്നി, വായു ഇങ്ങനെയുള്ളവരൊക്കെ കൂടെ പഞ്ചാമൃതം, അതുപോലെ തന്നെ ശർക്കര, അതേപോലെ വന്നിയുടെ ഇലകൾ, കറുകപ്പുല്ല്, ധാരാളം പഴങ്ങൾ, പായസം, ഇങ്ങനെയൊക്കെയുള്ള അനവധി സാധനങ്ങൾ ഉപയോഗിച്ച്, അതേമാതിരി കാട്ടിൽ നിന്ന് കിട്ടണ വേര്, കിഴങ്ങ്, ഇങ്ങനത്തെ അതൊക്കെ കൊണ്ടുവന്ന് നേദ്യമായിട്ട് ഭഗവാന് പൂജ കഴിക്കാനായിട്ട് സംഭരിച്ചിട്ട് മഹാവിഷ്ണു താമസിക്കുന്ന ഗണ്ഡകീപുരത്തിലേക്ക് പോയി. അവിടെ ഗണ്ഡകി നദിയിലെത്തി അതിൻ്റെ കരയിൽ ഒരു മണ്ഡപം ഉണ്ടാക്കി. ധാരാളം
വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല തണലുണ്ടാക്കി കുളിച്ച് ശുദ്ധരായിട്ട് വന്നിട്ട് ഗണേശ വിഗ്രഹം നിർമ്മിച്ചു. മണ്ണുകൊണ്ട് തുമ്പിക്കൈ, സിദ്ധി, ബുദ്ധി എന്നീ ഭാര്യമാർ, കിരീടം, കുണ്ഡലം ഇതൊക്കെയുള്ള പത്നീസമേതനായിട്ടുള്ള ഗണപതി അവർ നിർമ്മിച്ചു. എന്നിട്ട് സർപ്പാഭരണം, 10 കൈകൾ, ഇതിലൊക്കെ ആയുധങ്ങളൊക്കെ അതിൽ പിടിപ്പിച്ചു. അങ്ങനെ ആ വിനായകമൂർത്തിയെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആവാഹനം ചെയ്ത് പൂജിച്ച് സ്തോത്രം ചെയ്ത് നമസ്കരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് സിംഹത്തിൻ്റെ പുറത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ബൃഹസ്പതിയുടെ വാക്കനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള ആരാധനയുടെ ഫലം കൊണ്ടാണ് ഞാൻ വന്നിരിക്കണത് പറഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. എനിക്കറിയാം നിങ്ങൾക്ക് യാഗവും ഹോമവും ഇല്ലാണ്ടായതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോയി. കാരണം മനുഷ്യൻ യാഗവും ഹോമവും ചെയ്താലേ ദേവന്മാർക്ക് ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുള്ളൂ. യാഗവും ഹോമവും നിന്ന് പോകുന്ന സ്ഥലത്ത് ദേവന്മാർക്ക് ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് നമ്മളെ രക്ഷിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് അനവധി പ്രശ്നങ്ങൾ വന്ന് ഭവിക്കണത് എന്നുള്ള ആ ഒരു ആശയമാണ് ഭഗവാൻ ഇവിടെ പറയണത്. എന്നിട്ട് പറയും, ഇതിനൊക്കെ കാരണം ആ അസുരനായിട്ടുള്ള സിന്ധുവാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, വൈകാണ്ട ഞാനവനെ വധിക്കും. അന്ന് എൻ്റെ പേര് മയൂരേശൻ എന്നായിരിക്കും, എൻ്റെ വാഹനം മയിലായിരിക്കും എന്ന് പറയും. മാത്രമല്ല കലിയുഗത്തിൽ എൻ്റെ വാഹനം മൂഷികമായിരിക്കും, എലിയായിരിക്കും. ആ സമയത്ത് ഞാൻ പുകയുടെ നിറം, ഇളം ചുവപ്പുള്ള പുകയുടെ നിറമായിരിക്കും എനിക്ക്, ധൂമകേതു എന്നായിരിക്കും എനിക്ക് അന്ന് പേര് എന്നും പറയും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഞാൻ വൈകാണ്ട് നടത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് മഹാദേവൻ അസുരനായിട്ടുള്ള ഈ സിന്ധു ദേവന്മാരെ പീഡിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് തൻ്റെ കൈലാസമാകണ ആവാസസ്ഥാനം വിട്ടിട്ട് ത്രിസന്ധ്യാക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ ഗൗതമൻ തുടങ്ങിയിട്ടുള്ള അനവധി മഹർഷിമാർ ഈ സിന്ധുവിനെ പേടിച്ചിട്ട് താമസിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ഭഗവാൻ വന്ന്, ഇപ്പോൾ നമ്മളൊരു മരണം നടന്ന വീടാണെങ്കിൽ നമ്മൾ ആ ബന്ധുവിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം 2 ദിവസം താമസിക്കും പോയിട്ട് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. മഹാദേവൻ ഈ മഹർഷിമാർ പേടിച്ച് വറച്ചിട്ട് കഴിയണമുണ്ട് അവർക്ക് മനസ്സിനൊരു ബലം കൊടുക്കാൻ കൈലാസം വിട്ടിട്ട് ഈ ത്രിസന്ധ്യാക്ഷേത്രത്തിൽ വന്നിട്ട് മഹർഷിമാരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഭഗവാൻ കൂടെയുണ്ടല്ലോ ഒരു സമാധാനത്തിന് എന്നവർക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ വന്ന് താമസിക്കുക. അമ്മയും വന്നു കൂടെ. അവർക്ക് സന്തോഷമായി. ആപത്തിൽ വരണ ബന്ധുവാണ് ഭഗവാൻ. മരിച്ചാൽ ശരീരം പോയാൽ പോലും ആകെയുള്ളത് ശിവനാണ്. വേറെ ഒരു സ്ഥലത്തും നമുക്ക് പ്രവേശനം കിട്ടില്ല. ചുടലയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഏകദേവൻ ഭഗവാനാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മളെ ശരീരം ദഹിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഭഗവാൻ പോവില്ല. ഭഗവാൻ നമുക്ക് മോക്ഷം തരാൻ വേണ്ടിയിട്ട് ചുടലയിലിരിക്കണവനാണ്. അപ്പോൾ യഥാർത്ഥ ബന്ധുവാണെന്ന് പറയും മഹാദേവനെ. ആ ഭഗവാൻ വന്നപ്പോൾ ഭഗവാനെ കണ്ട് സ്തുതിച്ച് അവർ നമസ്കരിച്ചു. വിഷമമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം സിന്ധു ചെയ്യുന്നതൊക്കെ എനിക്കറിയാം, മഹർഷിമാർക്കും ഉപദ്രവം ചെയ്യണതറിയാം. എന്താണെങ്കിലും നിങ്ങളെയൊക്കെ കണ്ടത് എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾക്ക് മനസ്സിനൊരു സൗഖ്യം കിട്ടാൻ ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ധ്യാനമൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒരു സൈഡിൽ ഇരുന്നോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ജോലി ധ്യാനിക്കലാണല്ലോ. അവനവനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനായതുകൊണ്ട് മഹർഷിമാർ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് സന്തോഷിച്ച്, സർവേശ്വരനായിട്ടുള്ള അങ്ങേക്ക് എവിടെയാണ് സ്ഥാനം കിട്ടാണ്ടിരിക്കുക, ഞങ്ങളുടെ അടുത്ത് അനുവാദം ചോദിക്കുകയെ ഇവിടെ താമസിക്കാൻ, കഷ്ടം, അങ്ങയുടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ, അങ്ങ് ഇങ്ങനെ പറയരുത്, ഒരു അങ്ങേക്ക് ധ്യാനിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അങ്ങേക്ക് ഇരുന്ന് എപ്പോഴും ധ്യാനിക്കാം എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. അവരുടെ ആശ്രമം, അവരാ ഒളിച്ച് താമസിക്കുന്ന ഏരിയ ആണെങ്കിലും അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഭഗവാന് വിട്ടുകൊടുത്തിട്ട് അവരെല്ലാവരും മറ്റൊരു വശത്തേക്ക് മാറി. അപ്പോൾ ഭഗവാൻ അമ്മയും കൂടെ അവിടെ ഒരു കുടിലൊക്കെ പണിത് അതിൻ്റെ ഉള്ളിൽ താമസമായി. അമ്മ ചെറിയൊരു അടുക്കളയൊക്കെ സെറ്റ് ചെയ്തു. ഭഗവാൻ അവിടെ അങ്ങനെ അവരവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ജീവിത രീതി വളരെ ലളിതമാണ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ ഭഗവാൻ സ്വർണ്ണമയമായിട്ടുള്ള പുരങ്ങളിൽ താമസിക്കുന്നതൊക്കെ കൈലാസത്തിൻ്റെ വിഷയങ്ങളൊക്കെ വലിയ വർണ്ണനകളൊക്കെ വരുന്നുണ്ടെങ്കിലും മഹാദേവനെ പോലെ ലാളിത്യമുള്ള ഒരാൾ കാണില്ല. അതുകൊണ്ടാണല്ലോ ലളിത ഭാര്യയായിട്ടിരിക്കുന്നത്. ഭഗവാന്റെ ശക്തി ലളിത എന്ന് നമ്മൾ വിളിക്കുന്നത് അത്രയും ലാളിത്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ സ്ഥലത്ത് ഗണങ്ങളടക്കമുള്ളവർ കാവൽ നിന്ന് ഭഗവാൻ തപസ് തുടങ്ങി. അപ്പോൾ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അമ്മ പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് അഷ്ടമൂർത്തിയല്ലേ? അഷ്ടമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, അതുകൂടാണ്ട് സൂര്യൻ, ചന്ദ്രൻ, ആത്മാവ്. ഇതിന് തന്നെ യജമാനൻ എന്നും പറയും ചിലർ. ഈ രൂപങ്ങളിലൊക്കെ വിളങ്ങുന്നത് ഭഗവാനാണെന്നാണ്. അതുകൊണ്ടാണ് ഭഗവാനെ അഷ്ടമൂർത്തി എന്ന് പറയുന്നത്. ഈ രൂപങ്ങളിൽ ഭഗവാൻ വിളങ്ങണമുണ്ട്. യാഗത്തിൻ്റെ യജമാനൻ, യജ്ഞങ്ങൾ നടത്തുന്ന യജമാനനും ശിവനാണെന്നാണ് സങ്കല്പം. അപ്പോൾ 33 കോടി ദേവന്മാരും അങ്ങേ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ തപസ് അവിടുന്ന് എന്തിനു വേണ്ടി ചെയ്യുന്നതാണെന്ന് ചോദിച്ചു. കാരണം നമ്മളൊക്കെ നോക്കുമ്പോൾ ഭഗവാൻ ഒരാവശ്യമില്ല തപസ് ചെയ്യാൻ. അതേ സംശയം അമ്മ ചോദിക്കണത്. അങ്ങേക്ക് സകലതുമുണ്ട്, അങ്ങ് സർവ്വതുമാണ്,
അങ്ങ് പിന്നെ എന്തിനാ തപസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, എല്ലാവരിലും എന്നിലും നിന്നിലും സമസ്ത പ്രപഞ്ചത്തിലും ഗൂഢമായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ബോധവസ്തുണ്ട്, ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ അതായി മാറും. തിരിച്ചറിയാത്തടത്തോളം അതിന് വേറിട്ട് നിൽക്കും. എങ്ങനെയാണോ കടലിലെ തുള്ളികൾ പുറത്ത് കിടക്കുമ്പോൾ ഞാൻ തുള്ളി, നീ ഒരു തുള്ളി, നീ ഒരു തുള്ളി എന്ന് പറയും. കടലിലേക്ക് വീണാൽ നമ്മൾ പിന്നെ ഞാൻ തുള്ളി, നീ തുള്ളി എന്ന് പറയുമോ, കടലായി. അതുപോലെ ഒരു വസ്തു നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. ആ വസ്തുവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. പരബ്രഹ്മസ്വരൂപിയാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന എന്ന് പറയുമ്പോൾ, ആ ആരാധന എനിക്കും പറഞ്ഞു തരൂ ഭഗവാനെ, ഞാനത് സന്തോഷമായിട്ട് ചെയ്യട്ടെ പറഞ്ഞു. അതിന് ഉപായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ജപിക്കാനായിട്ട് ഒറ്റ അക്ഷരമുള്ള ഗം എന്നുള്ള ഏകാക്ഷര മന്ത്രം ഗണപതി ഭഗവാന്റെ ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ദേവി ഭഗവാനെ സ്വസ്ഥമായിട്ട് തപസ് ചെയ്യാൻ അവിടെ വിട്ടിട്ട് ജീർണാപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വടക്ക് വശത്തുള്ള ലേഖനാദ്രി എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് പോയി അമ്മ. അവിടെ പോയി കാട്ടിൽ ചെന്ന് മനോഹരവും ധാരാളം ജലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ തൻ്റെ ഒരു പർണാശ്രമം പണിതിട്ട് ദേവി അത്യുഗ്രമായിട്ട് പത്മാസനത്തിലിരുന്നിട്ട് നാസാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് തപസ് തുടങ്ങി. അമ്മയുടെ തപസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അമ്മയെപ്പോലെ തപസ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ വേറെ കാണില്ല. നമ്മൾ മാങ്ങാട് ക്ഷേത്രമുണ്ട് നമ്മുടെ ചെന്നൈയിൽ. അവിടെ ഭഗവാനെ നഷ്ടപ്പെട്ടപ്പോൾ ശ്രീപാർവതി തപസ് ചെയ്ത സ്ഥലമാണെന്നാണ്. അവിടെ ഒരു വലിയ ശ്രീചക്രമൊക്കെ ഉണ്ട്. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ദേവി തപസ് ചെയ്ത രീതി കണ്ടാൽ, ഞാൻ ചില പ്രഭാഷണത്തിലൊക്കെ അത് പറയാറുണ്ട്, നമുക്ക് മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. നിലത്ത് വജ്രത്തിൻ്റെ സൂചി കുത്തി നിർത്തിയിട്ട്, പെരുവിരലിനെ അതിൻ്റെ മുകളിൽ നിർത്തിയിട്ട്, പെരുവിരൽ മാത്രം കുത്തി നിർത്തിയിട്ട്, ഒരു കാലെടുത്ത് ഉയർത്തി ഇവിടെ വെച്ച് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി ദൃഷ്ടി ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചിട്ട് മുകളിൽ കത്തുന്ന സൂര്യൻ, ചുറ്റും പഞ്ചാഗ്നി. ഇങ്ങനെയാണ് ശിവനെ തപസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ നഷ്ടപ്പെട്ടപ്പോൾ അത്രയ്ക്ക് സാധകയാണ് അമ്മയുടെ യോഗശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും വലിയ തപസ്വിനിയാണ് ശ്രീപാർവതി. ആ അമ്മയും ഭഗവാനെയും എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട്, ഗണേശൻ ഇവിടെ പറയണത് ആനയുടെ മുഖമുള്ള കുടവയറുള്ള രൂപത്തെ അല്ല, ബ്രഹ്മത്തെയാണെന്ന് ഓർത്തോളം. ആ ബ്രഹ്മത്തിനെ ധ്യാനിച്ച് എല്ലാം മറന്നിട്ടിരുന്നു. ഒറ്റ അക്ഷരമുള്ള മന്ത്രമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ക്രമേണ ഫലമൂലങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് 12 വർഷക്കാലം തപസ് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കിരീടം, കുണ്ഡലം, 10 കൈകളുള്ള ആയുധം ഇങ്ങനെ കണ്ടു. രുദ്രാക്ഷമാല, ശംഖും ചക്രവും മുത്തുമാലയൊക്കെ ധരിച്ചിട്ടുള്ള ഭഗവാൻ പത്മാസനത്തിൽ ഇരിക്കണ മാതിരിയാണ് കണ്ടത്. ദേവി ആ രൂപം കണ്ട് വിസ്മയിച്ചു പോയി. അപ്പം ആകെ ചോദിച്ചത് വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടുന്ന് എൻ്റെ മകനായിട്ട് ജനിക്കണം പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, ഞാൻ അമ്മയുടെ പുത്രനായിട്ട് ജനിച്ചിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ആഗ്രഹം സഫലമാക്കാം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അന്തർധാനം ചെയ്തു. അപ്പോൾ ദേവിക്ക് തോന്നി, ഞാൻ കണ്ടത് സ്വപ്നമാണോ അതോ മായയാണോ, പെട്ടെന്ന് വന്നു പോയല്ലോ എന്ന് കരുതി. എന്താണെങ്കിലും മഹാദേവൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലമാണ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത്. എനിക്ക് ആ കുട്ടിയെ ഇനി കാണാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മണ്ണുകൊണ്ട് ഭഗവാന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിച്ചിട്ട് 4 ഭാഗത്തും വാതിലുള്ളൊരു ദേവമന്ദിരം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠാകർമ്മം നടത്തി അതിനെ ഉറപ്പിച്ചു. ദേവി പല സ്ഥലത്തും പല പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ട്. അമ്മ പ്രതിഷ്ഠിച്ചിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട്. ഗണപതിയെ മാത്രമല്ല, സ്വന്തം ഭർത്താവിനെ തന്നെ ഈ ശിവൻ്റെ പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അതിൽ ആകാശലിംഗം ഇരിക്കുന്നത് ചിദംബരത്താണ്. അത് പതഞ്ജലി മഹർഷിക്കും വ്യാഘ്രപാദ മഹർഷിക്കും ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈക്കത്ത് പ്രതിഷ്ഠ നടത്തിയ ആളാണ്. വ്യാഘ്രപാദപുരം എന്നാണല്ലോ വൈക്കത്തിന് പേര്. ആ വ്യാഘ്രപാദ മഹർഷിക്കും ദർശനം കൊടുക്കാനാണ് തില്ലൈ മരങ്ങൾ നിറഞ്ഞ കാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ. ആ ശിവലിംഗം വായു തത്വമാണ്, അല്ല ആകാശതത്വമാണ്. അതുമാതിരി വായുതത്വമാണ് ശ്രീകാലഹസ്തി, നമ്മൾ രാഹുപൂജയ്ക്ക് പോണ സ്ഥലം. അഗ്നിതത്വം തിരുവണ്ണാമല, അവിടെയാണ് ജ്യോതിസ്തംഭമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് വരണ 2 തത്വങ്ങൾ ജലവും പൃഥ്വിയാണ്, മണ്ണുമാണ്. ഇത് രണ്ടും പാർവതീദേവി പ്രതിഷ്ഠിച്ചതാണ്. ശ്രീരംഗം ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന് കാവേരിയുടെ അപ്പുറത്തെ ഒരു ഐലൻഡുണ്ട്, അതിനെ തിരുവാനൈക്കാവൽ എന്നാണ് പറയുക, ജംബുകേശ്വരം. അവിടെ ജലം കൊണ്ട് കൈകൊണ്ട് വെള്ളത്തിനെ കൂട്ടിയിട്ട് അമ്മ ശിവലിംഗം ഉണ്ടാക്കിയെന്ന്. ഇന്നും ശ്രീകോവിൽ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് വരിക. നമുക്ക് ഓരോരുത്തർ കുറച്ച് പേർക്ക് ഉള്ളിൽ നിന്ന് തൊഴാൻ പറ്റുള്ളൂ. അവർ പുറത്ത് വന്നാലേ അടുത്ത ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും വെള്ളമാണ്. അവിടെയുള്ള ശിവലിംഗത്തിനെ, വെള്ളത്തിനെ സംസ്കൃതത്തിൽ പറഞ്ഞാൽ അപ്പ് എന്നാണ്. അപ്പുലിംഗം എന്നാണ് പറയുക. അതാണ് ഈ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ അപ്പു എന്ന് വിളിക്കാൻ കാരണം. അപ്പുലിംഗമാണത്. അപ്പുലിംഗം എന്നുള്ളത് ഒരു തമിഴ് വാക്കാണ്. ഈ അപ്പു എന്നുള്ള വിളി, ഈ അപ്പു എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വെള്ളം കൂടി കൂടുതലും ആയിരിക്കും.
ജലം കുടിക്കണ ഒരു സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും അവർക്ക്. ഞാനിത് പല സ്ഥലത്തും പറയാറുണ്ട്. എൻ്റെ പുത്രനെയും അപ്പു എന്നാണ് വിളിക്കുക. അവന് ഏത് നേരവും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കണേക്കാട്ടിലും കൂടുതൽ ഇവർ വെള്ളം കുടിക്കുക. അപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു അത് അമ്മ സ്ഥാപിച്ചതാണ്. കാഞ്ചീപുരത്തിലെ ഏകാമ്രനാഥ ക്ഷേത്രത്തിൽ പൃഥ്വിലിംഗം ഇരിക്കേണ്ട 5ാമത്തെ പഞ്ചഭൂത സ്ഥലം അതാണ്. അവിടെ മണ്ണ് കൂട്ടിയിട്ട്, പുഴയിലെ മണൽ കൂട്ടിയിട്ട് ദേവി ഉണ്ടാക്കിയത്. അതായത് സാധാരണഗതിയിൽ മനുഷ്യർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജലത്തിനെ ഐസാക്കാണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. അമ്മ വെള്ളത്തിനെ എടുത്തിട്ട് ഐസാക്കാണ്ട് ശിവലിംഗം ഉണ്ടാക്കി നിർത്തിയെന്നാണ്. അതേപോലെ യോഗശക്തി ഉപയോഗിച്ചിട്ട് ഈ ഉതിർന്നു പോകുന്ന മണലിനെ വെള്ളം ചേർക്കാണ്ട് കൂട്ടിയിട്ട് ശിവലിംഗമാക്കി മാറ്റിയതാണ് ഏകാമ്രനാഥത്തിൽ. ജലതത്വം ഇല്ല അവിടെ പൃഥ്വിതത്വമാണ്, ശുദ്ധ പൃഥ്വിതത്വമാണ്, മണ്ണ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ വിധത്തിൽ ദേവി ഗണപതിയെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവിടെ അനുഷ്ഠാനം ചെയ്യണവർക്കൊക്കെ ആഗ്രഹം സഫലമാവുന്ന അമ്മ അനുഗ്രഹിച്ചു. അത് സിദ്ധിക്ഷേത്രമാവെന്ന് പറയുന്നത്. ഈ സിദ്ധിക്ഷേത്രം വെറുതെ പോയിട്ട് തൊഴുതാൽ തന്നെ സിദ്ധി കിട്ടുന്ന സ്ഥലമാണ് സിദ്ധിക്ഷേത്രം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടി. അമ്മ ജഗന്മാതാവാണ്. അമ്മ മക്കളെ അനുഗ്രഹിച്ചു കൊടുത്താൽ പിന്നെ കിട്ടാണ്ടിരിക്കുമോ? കാരണം മനുഷ്യ ജീവിതത്തിൽ തന്നെ പറയും, പെറ്റ അമ്മ ഉപദേശിച്ച മന്ത്രം പുരസ്ചരണം ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് സിദ്ധി ഓട്ടോമാറ്റിക്കലി വരുന്നു. സ്വപ്നത്തിൽ കിട്ടിയ മന്ത്രവും പ്രസവിച്ച അമ്മ തരണ മന്ത്രവും പുരസ്ചരണം ചെയ്യേണ്ട. ഇത്ര ലക്ഷം ജപിക്കുക, ഇത്ര ഹോമം ചെയ്ത് ഇത്ര ഭാഗം തർപ്പണം ചെയ്ത് ഇത്ര ഭാഗം ദാനം ചെയ്യേണ്ട പരിപാടികളൊന്നും വരുന്നില്ല. കിട്ടുമ്പോൾ തന്നെ സിദ്ധിയാവുന്നു. പ്രസവിച്ച അമ്മ തരണ മന്ത്രം. അപ്പം പിന്നെ ജഗത്തിനെ പ്രസവിച്ച അവൾ പറയണത് സിദ്ധിയാവാണ്ടിരിക്കുമോ? ആ അമ്മ പറഞ്ഞു ഇവിടെ വന്ന് തൊഴണവർക്കൊക്കെ സിദ്ധി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അത്ര സന്തോഷം കൊണ്ട് അതിനുശേഷം ബ്രാഹ്മണ പൂജയും ദാനാദി കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് അച്ഛനിരിക്കണ ത്രിസന്ധ്യാക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ ചെന്ന് അച്ഛനോട് മഹാദേവനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ നമ്മുടെ മകനായി ജനിക്കാൻ പോകുന്ന ആ പരബ്രഹ്മത്തെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ തൻ്റെ ഗർഭത്തിൽ ഭഗവാൻ ജനിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച അമ്മ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കൂട്ടുകാരികളോടൊക്കെ അമ്മ പറഞ്ഞു, ഏത് നേരവും ഭഗവാനെ പറ്റി മാത്രമേ പറയാനുള്ളൂ അമ്മയ്ക്ക്. ഭഗവാന്റെ രൂപം എല്ലാ ദിവസവും ഏത് നേരത്തും കൂട്ടുകാരികളുടെ അടുത്ത് ശ്രീപാർവതി ഈ കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഏത് കുട്ടി ആ ആശ്രമത്തിൻ്റെ പരിസരത്തിൽ കൂടെ പോയാലും അമ്മ വേഗം ഓടി വന്ന് നോക്കും അത് ഗണപതിയാണോ എന്ന്. ഗണപതി അല്ലാന്ന് കാണുമ്പോൾ സങ്കടം വന്നിട്ട് ഉള്ളിക്ക് പോകും. ഇങ്ങനെയായിരുന്നു അത്ര കുറേ കാലം. അങ്ങനെ ആയി. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭഗവാന്റെ രൂപം കാണാൻ തുടങ്ങി. എന്നാ അവതരിക്കുക വെച്ചിട്ട് അമ്മയ്ക്ക് ഊണും ഉറക്കവും ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ആ കാലത്ത് പണ്ട് മഹാദേവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഹിമവാൻ പറഞ്ഞു കൊടുത്തൊരു വ്രതമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, കുറേ കഥ പറയലുണ്ടായി. 1-ാം ദിവസം 2-ാം ദിവസമൊക്കെ ആ കാലത്തെ വ്രതാനുഷ്ഠാനം ഓർമ്മ വന്നു. അപ്പോൾ ഓർത്തു, അതൊക്കെ ചെയ്തിട്ടല്ലേ എനിക്ക് എൻ്റെ മഹാദേവനെ കിട്ടിയത് തന്നെ. ഇപ്പോൾ ഗണേശനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ വ്രതം ആചരിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ഛൻ പണ്ട് പറഞ്ഞു കൊടുത്ത ആ വ്രതത്തെ തുടങ്ങി ഭഗവാന്റെ പ്രതിമ നിർമ്മിച്ച് കറുകപ്പുല്ല് കൊണ്ട് അർച്ചന ചെയ്ത്, വന്നിയുടെ ഇലകൾ കൊണ്ട് അർച്ചന ചെയ്ത്, പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്ത്, യജ്ഞോപവീതം ധൂപം ദീപം മറ്റ് നേദ്യങ്ങളൊക്കെ കൊടുത്ത് നിത്യേന പൂജ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മണ്ണുകൊണ്ടാണല്ലോ ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. ഒരു ദിവസം പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് അങ്ങനെ ഒന്ന് ഇളകിയിരിക്കുന്നു വിഗ്രഹം. വിഗ്രഹം ഇളകിയോ എന്ന് പറഞ്ഞ് നോക്കി. അപ്പം കയ്യും കാലൊക്കെ ഉണ്ട് നിവർത്തണു, കോട്ടുവായിടണു, വിശക്കണു പറയണു, സംസാരിക്കണു, പിന്നെ എണീച്ചങ്ങോട്ട് നിന്നു. ചുരുക്കി പറഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള വിഗ്രഹം ഒരു ശിശുവായിട്ട് രൂപം പ്രാപിച്ചു അമ്മയുടെ മുന്നിൽ നിന്ന്. ആ ശിശുവായിട്ട് രൂപം പ്രാപിച്ച പാട് അതിൻ്റെ പ്രഭ വർദ്ധിച്ച് വന്നിട്ട് ദേവി സന്തോഷം കൊണ്ടും പ്രഭയുടെ ആ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടും ആ പ്രപഞ്ചമാതാവായിട്ടുള്ള അമ്മയുടെ ശരീരം തളർന്നു. അമ്മ അവിടെ അങ്ങോട്ട് ഇരുന്നു പോയി തളർന്നിട്ട്. അത് കണ്ടിട്ട് ദേവിക്ക് ബോധവും ആ ഒരു സ്വബോധം തിരിച്ചു കിട്ടിയ ഉടനെ ചോദിച്ചു, എൻ്റെ ആരാധനയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ചോ പ്രവർത്തിച്ചോ? ഏതോ ഇനി ആരെങ്കിലും പൂജയ്ക്ക് വിഘ്നം ഉണ്ടാക്കുകയാണോ? ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്തോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയോ എന്ന് ചിന്തിച്ച സമയത്ത് ഗണപതി ഭഗവാൻ തൻ്റെ തേജസ്സിനെ അല്പം ഒന്ന് ചുരുക്കിയിട്ട് അമ്മേന്ന് പറഞ്ഞ് വിളിച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ മകനായിട്ട് വരാൻ അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അമ്മയുടെ മകനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാത്ര അമ്മയ്ക്കൊന്ന് ശ്വാസം വീണത്. വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ആ രൂപത്തിനെ കണ്ടു. ശരീരം മുഴുവൻ രോമാഞ്ചം വന്നു. എന്താ ചെയ്യുക, എടുക്കണോ ഉമ്മ വയ്ക്കണോ ഒന്നും അറിയില്ല. അങ്ങനെ കണ്ണു തുറന്നിട്ട് ആ ദിവ്യരൂപത്തിനെ മതിയാവോളം കണ്ടു. ആ സമയത്ത് മഹാദേവൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഓർത്തു. പരബ്രഹ്മമാണ് ജനിക്കുക, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു, നീ ആരാ? അപ്പോൾ പറഞ്ഞു, ഏതൊരുവനെയാണോ അവിടുന്ന് രാത്രിയും പകലും ഒന്നില്ലാണ്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, അമ്മയാ ഗണേശനാണ് ഞാൻ, എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അത്രേ.
അമ്മയുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ഞാൻ വന്നത്, അമ്മയുടെ സങ്കല്പശക്തി കൊണ്ടാണ് ഞാൻ ഈ മണ്ണിൻ്റെ വിഗ്രഹത്തിൽ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു. ദേവന്മാരുടെ ആഗ്രഹമാണ് അസുരനായിട്ടുള്ള സിന്ധുവിൻ്റെ നാശം വരുത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ, അതുവരെ ഞാൻ അമ്മയുടെ മകനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് തൻ്റെ അവതാരോദ്ദേശവും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീപാർവതി പറഞ്ഞു, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഇവിടെ അവതീർണനായത് എന്ന് പറഞ്ഞു. അല്ലേ, നമ്മൾ അയ്യപ്പസ്വാമിയെ പറയുമല്ലേ, നമാമി ഭാഗ്യസംഭവം എന്ന് പറയും, കേട്ടിട്ടില്ലേ? സദാരവീന്ദുകുണ്ഠലം നമാമി ഭാഗ്യസംഭവം എന്ന്. അതായത് എവിടെയാണോ ഭഗവാൻ പിറക്കണത് അവരുടെ ഭാഗ്യമാണെന്നത്. പന്തളരാജാവിൻ്റെ ഭാഗ്യസംഭവമായിരുന്നു അല്ലേ, അതേപോലെ സ്വാമിയുടെ ഇവിടെ അമ്മയ്ക്ക് ഭാഗ്യസംഭവമായിട്ട് ആ ഭഗവാൻ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടില്ല എപ്പോഴും. കാരണം അങ്ങയ്ക്ക് ഇപ്പോഴും ദിവ്യശരീരമാണ്. ഇങ്ങനെയുള്ള അങ്ങയുടെ ശരീരത്തിനെ ഞാൻ എങ്ങനെ ലാളിക്കും, എങ്ങനെ മുല തരും, എങ്ങനെ ഭക്ഷണം തരും, എങ്ങനെ കുളിപ്പിക്കും? എനിക്ക് ഒരു കുഞ്ഞായിട്ട് അങ്ങേ കിട്ടണം എന്ന് പറഞ്ഞു. ആ കുഞ്ഞായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രൂപം വേണം എന്നാ പറഞ്ഞു. ആ രൂപത്തിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് നിന്നെ ലാളിക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിന്നെ എൻ്റെ അടുത്ത് കടത്തിയിട്ട് തട്ടി ഉറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ഒരു രൂപം, ബാലൻ്റെ രൂപത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും തൻ്റെ മുന്നിൽ അതിസുന്ദരനായിട്ടുള്ളൊരു ശിശു നിൽക്കുന്നത് കണ്ടു. അവനെ കൈകൊണ്ട് അങ്ങോട്ട് വാരിയെടുത്തിട്ട് ധാരാളം ഉമ്മ കൊടുത്തിട്ട് മടിയിൽ കടത്തി ആ മുല അങ്ങോട്ട് ചുരത്തി അമൃതമാകണ ആ മുലപ്പാൽ അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയണത്. കുട്ടിക്ക് സ്തന്യപാനം നൽകണതിനെക്കാട്ടിലും ആനന്ദമായിട്ട് ഒരമ്മയ്ക്ക് വേറൊന്നുമില്ല. ദേവി ആ ആനന്ദത്തെ അനുഭവിച്ചു. മഹാദേവനും ഈ വിവരം അറിഞ്ഞ് അവിടെ വന്നു. ആ പുത്രലബ്ധി ഉണ്ടായതിൽ ഭഗവാന്റെ സന്തോഷം വളരെ അധികമായിരുന്നു. ഈ സമയത്ത് ഭഗവാൻ ഗണങ്ങളെയൊക്കെ ശ്രീപാർവതിയുടെ മുൻപിലേക്ക് അയച്ചിട്ട് ആ കുട്ടിയെ നമസ്കരിപ്പിച്ചു. ഗണങ്ങൾ മുഴുവൻ ക്യൂ നിന്ന് നമസ്കരിച്ചു. 960 കോടി ഭൂതഗണങ്ങളുണ്ട് ഭഗവാന്. ആ ബാലൻ അസാമാന്യനാണെന്ന് മനസ്സിലായി. പരമാത്മാവ് തന്നെയാണ് ഗണപതിയായിട്ട് അവതരിച്ചിരിക്കണമെന്ന് ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു. ബ്രാഹ്മണരെ വരുത്തി പുത്രന് പുണ്യാഹാദി കർമ്മങ്ങളൊക്കെ ചെയ്തു. അഭ്യുദയ ശ്രാദ്ധം ചെയ്തു. സംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തി. തേനും പാലും കൊടുത്തു. ഗൗതമൻ തുടങ്ങിയിട്ടുള്ള ഋഷിമാർക്കൊക്കെ ഭഗവാൻ ദാനം ചെയ്തു. എന്നിട്ട് ആ ഭഗവാന്റെ ജാതകം അവിടെ എഴുതിച്ചു. നോക്കുമ്പോൾ ഭാദ്രപദ മാസത്തിലെ ശുക്ലചതുർദശിയിൽ ചിങ്ങം ലഗ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ശുഭമായിട്ട് നിൽക്കുന്ന നേരത്താണ് ഭഗവാൻ അവതരിച്ചത്. ലോകത്തിന് മുഴുവൻ നന്മ നൽകാനുള്ളതാണ് ഈ അവതാരം. അത് 10 ദിവസത്തെ ഉത്സവമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് വിശേഷമായിട്ടുള്ള പൂജകളോട് കൂടിയിട്ട് ഭഗവാന്റെ ജന്മോത്സവം 10 ദിവസം ആഘോഷിച്ചു മഹർഷിമാർ. 11ാമത്തെ ദിവസം മകന് പേരിടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ബ്രാഹ്മണന്മാരെയും മുനിമാരെയൊക്കെ വിളിച്ചു. ഗണേശൻ എന്ന് സർവ്വവിഘ്നങ്ങൾ ഒഴിവാക്കണ ദേവന് പേരിട്ടു. എല്ലാ സൽക്കർമ്മങ്ങളുടെയും ആരംഭത്തിൽ ഈ ഗണേശനെ ആരാധിക്കേണ്ടതാണ് പ്രപഞ്ചത്തിൽ ആരാണെങ്കിലും ഞാനടക്കം എന്ന് ഭഗവാൻ അവിടെ വ്യവസ്ഥയും വെച്ചു. മുനിമാരൊക്കെ താമസിയാണ്ട് അവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ചതുർത്ഥി നാൾ ഗണപതി ഭഗവാന് വൈശിഷ്ട്യം വരാനുള്ള കാരണം ഇതാണ് എന്ന് കരുതിയിട്ട് ഇന്നും ആ ദിവസം എല്ലാവരും പൂജിക്കണു ഭഗവാനെ. ഈ അവസരത്തിൽ അസുരനായിട്ടുള്ള സിന്ധുവിൻ്റെ ചാരന്മാർ ശിവൻ ഇങ്ങനൊരു മകനുണ്ടായി എന്നുള്ള വിവരം സിന്ധുവിനെ അറിയിച്ചു. അതേ സമയത്ത് തന്നെ ആകാശത്ത് ഒരു അശരീരി ഉണ്ടായി. എടാ നിൻ്റെ അന്തകൻ ജനിച്ചു ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ടൊരു അശരീരി ഉണ്ടായപ്പോൾ ഇവന് പേടിയായി. ചാരന്മാർ വന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇന്ന പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ വർണ്ണനയൊക്കെ ചെയ്തു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ഈ സിന്ധു പറഞ്ഞു, എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ദുഷ്ടൻ ആകാശവാണിയായിട്ട് വെറുതെ വിളിച്ച് പറഞ്ഞാണ്. എന്നെ ഇതുകൊണ്ടൊന്നും പേടിപ്പിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഏത് ആപത്തിനും മുളയിലേ എന്നുള്ളതാണ് നല്ലത്. ഞാൻ ആ കുട്ടിയെ പോയിട്ട് കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുചരന്മാരുടെ അടുത്ത് ത്രിസന്ധ്യാക്ഷേത്രത്തിൽ ചെന്നിട്ട് ഏത് വിധത്തിലുള്ള മായാശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ ശിശുവിനെ കൊല്ലണം എന്ന് പറഞ്ഞു. ഗൂഢമായിട്ട് പോകണം. ഗൗരിയുടെ പുത്രൻ എവിടെയുണ്ടെങ്കിലും അവനെ കൊന്നേക്കണം എന്നാണ് പറയണം. ഈ അമ്മയുടെയും മകൻ്റെയും പൂജയ്ക്ക് വലിയ വൈശിഷ്ട്യമുണ്ട്. എപ്പോഴും ഗൗരി വിനായകമായിട്ടേ പൂജ കഴിക്കുള്ളൂ, അമ്മയും മകനും. ഇപ്പോൾ നമ്മൾ തിരുമാന്താംകുന്നിൽ മംഗല്യപൂജ നടത്തും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ സംഭവം? ശ്രീപാർവതി പൂജിച്ചിരുന്ന ശിവലിംഗം അമ്മ കുളിക്കാൻ പോയ നേരത്ത് മഹാദേവൻ എടുത്തിട്ട് മാന്താതവ മഹർഷിക്ക് കൊടുത്തു. അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു എനിക്ക് പൂജിക്കാൻ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീപാർവതി തന്നെ പൂജിക്കണ ശിവലിംഗ. അതെടുത്ത് കൊടുത്ത് അമ്മ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ശിവലിംഗം കാണാനില്ല. എൻ്റെ ശിവലിംഗം എവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനെടുത്ത് കൊടുത്തു. എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ കൊടുത്ത് തിരിച്ചു വാങ്ങണ സ്വഭാവക്കാരനല്ല, ഞാൻ തറവാടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കറിയാം തിരിച്ചു മേടിക്കാൻ, ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഭദ്രകാളിയെ പറഞ്ഞയച്ചു. ഭദ്രകാളിയും ഭൂതഗണങ്ങളും കൂടെ തിരുമാന്താകുന്നിൽ വന്ന് ഇറങ്ങിയെന്നാണ്. അപ്പോൾ മാന്ധാതവ മഹർഷി അവിടെ ഇരുന്ന് തപസ് ചെയ്തിട്ട് ഇത്
പ്രതിഷ്ഠിച്ച് പൂജ കഴിച്ചുകൊണ്ടിരിക്കുക. അവർ കണ്ണുരുട്ടി കാണിച്ചു, പേടിപ്പിച്ചു നോക്കി, എവിടെ മഹർഷിക്ക് വല്ല കുലുക്കണ്ടോ. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ നേരെ കുറേ അസ്ത്രങ്ങളൊക്കെ അയച്ച് അവരെ ഭയങ്കര കലശൽ കൂട്ടിയപ്പോൾ മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് സൈന്യങ്ങളുണ്ടായിട്ട് കാളിയോടെ ഏറ്റുന്നാണ്. അങ്ങനെ കാളിയും ഇദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാദേവൻ വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് ഭാര്യയും വിളിച്ചിട്ട് അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അമ്മയുടെ മടിയിൽ ഉണ്ണിഗണപതി ഉണ്ടായിരുന്നു അത്രേ. അവിടെ തന്നെ കുടികൊണ്ടു. അതാണ് ഇന്നും തിരുവനന്തപുരംകുന്നിൽ കാളിയുടെ പ്രതിഷ്ഠയുടെ ഇപ്പുറത്ത് പ്രധാന ശിവനുണ്ട്. ആ ശിവൻ്റെ പുറകിൽ ഒരു കിളിവാതിലുണ്ട്. നമ്മൾ അതിൽ കൂടെ നോക്കി തൊഴും. അവിടെ എന്താ തൊഴാൻ കാരണം വെച്ചാൽ പുറകോട്ട് തിരിഞ്ഞിട്ട് ശ്രീപാർവതിയുടെ മടിയിൽ ഗണപതി ഇരിക്കുന്നുണ്ട്. ആ ഗണപതിക്കാണ് മംഗല്യപൂജ നടത്തുന്നത്. ആ മൂപ്പരാണ് കല്യാണം നടത്തി കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നല്ല രസമുള്ള കഥകളാണ് അതൊക്കെ. അപ്പം എപ്പോഴും ഗൗരിയും വിനായകനെയും പൂജിക്കുക എന്നുള്ളത്, ഗൗരി വിനായക വ്രതം തന്നെയുണ്ട്. അമ്മയും മകനെയും എപ്പോഴും ഒന്നിച്ചേ പൂജിക്കുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഇവൻ അനവധി രാക്ഷസന്മാരെ കുട്ടിയെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചു. ഈ കുട്ടിയാണെങ്കിൽ വളർന്നുകൊണ്ടിരുന്നു. മുത്തച്ഛനായിട്ടുള്ള ഹിമാലയം അവിടെ വന്നു. അദ്ദേഹം ധാരാളം ആഭരണങ്ങളും കുട്ടിക്ക് കഴിക്കാൻ നിറയെ പഴങ്ങളും പലഹാരങ്ങളൊക്കെ പെട്ടിയായിട്ട് ചുമപ്പിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ പേരക്കുട്ടിയെ കണ്ട് അതിനെ എടുത്ത് ഉമ്മ വെച്ച് സന്തോഷമായിട്ട് കുറേ ദിവസം മകളുടെയും മരുമകൻ്റെയും പേരക്കുട്ടിയുടെയും കൂടെ താമസിച്ചു അത്രേ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ശ്രീപാർവതി കണ്ണീരണിഞ്ഞിട്ട് പറഞ്ഞു അത്രേ, സന്തോഷം കൊണ്ട്, ഭഗവാനെ, എൻ്റെ അച്ഛനാണ് അവിടുന്ന്, അങ്ങ് എന്താ എന്നെ എത്രയോ കാലമായി എന്നെ അന്വേഷിക്കാൻ വന്നിട്ട് ഇപ്പോൾ പേരക്കുട്ടി ഉണ്ടായിന്ന് കണ്ടപ്പോഴാണല്ലോ എന്നെ അന്വേഷിക്കാൻ വരുന്നത്. അപ്പോൾ ഇവനാണോ അങ്ങേക്ക് കൂടുതൽ പ്രാധാന്യം, ഞാനല്ലേ അങ്ങയുടെ മകള് എന്നൊക്കെ ചോദിച്ച് കുറേ പരിഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ ഹിമവാൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ സത്യമാണ്, നിന്നെ ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, പശു തൻ്റെ കിടാവിനെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അച്ഛനായിട്ടുള്ള എനിക്ക് എന്ത് വ്യാകുലതയുള്ളത്? എനിക്കൊരു വ്യാകുലതയില്ല. ഞാൻ ആർക്കാ എൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്തത്? പ്രപഞ്ചനാഥനായിട്ടുള്ള മഹാദേവനല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത്, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം? അതുകൊണ്ടാണ് ഞാൻ വരാണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പൗത്രൻ ജനിച്ച വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനോട് ആര് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എനിക്ക് മകനുണ്ടായ വിവരം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാരദ മഹർഷിയാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഇവനെ ദർശിച്ചാൽ തന്നെ എല്ലാ വിഗ്രഹങ്ങളും മാറുന്നും പറഞ്ഞു. അതുകൊണ്ട് ആ ദിവ്യനായിട്ടുള്ള എൻ്റെ പൗത്രനെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു. ഇത് കേട്ട് ആ ശ്രീപാർവതി തൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് ഹിമവാൻ്റെ മടിയിലിരുത്തി കൊടുത്തു. അദ്ദേഹം പെട്ടിയിൽ കൊണ്ടുവന്ന ഓരോ ആഭരണങ്ങളായിട്ട് കാലിലെ തള, കയ്യിൽ വള, നെക്ലസ്, ഇതൊക്കെ ഓരോന്നായിട്ട് ഇടിയിച്ചിട്ട് തലയിൽ ചൂടാമണി ഇതൊക്കെ വെച്ചിട്ട് കണ്ണാടി പിടിച്ചിട്ട് അവനിങ്ങനെ കാണിച്ചു കൊടുക്കും. ഓരോ അലങ്കാരം ചെയ്തിട്ട് കുട്ടിയെ കാണിച്ചു. കുട്ടി അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്, അലങ്കരിച്ച് കഴിഞ്ഞാൽ അവർ കണ്ണാടി കാണിച്ചു കൊടുക്കണം. കാണണം മൂപ്പർ കിടക്കിടയ്ക്ക് മുഖം, കൊള്ളാം എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ ഭഗവാന് കണ്ണാടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാലൻ വലുതായിട്ടുള്ള മായാശക്തിയെ കാണിക്കണവനാണ് എന്ന് ഹിമവാൻ ഒരു നോട്ടത്തിൽ മനസ്സിലായി. ഇവൻ ഭൂമിയുടെ ഉപദ്രവങ്ങളൊക്കെ മാറ്റും, എല്ലാവരെയും രക്ഷിക്കും, ഇവൻ 1000 കൈയും കാലും ഉണ്ട്, ഇവൻ വിരാൾ സ്വരൂപനാണ്, സാക്ഷാൽ ബ്രഹ്മമാണ്, ഇവൻ ഇനി മുതൽക്ക് ഹേരമ്പൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക എന്ന് പറഞ്ഞു. ഭക്തന്മാർക്ക് അഭയം കൊടുക്കും, എല്ലാ തടസ്സങ്ങളും മാറ്റും എന്ന് പറഞ്ഞിട്ട് ഹിമവാൻ അവിടുന്ന് പോവുകയും ചെയ്തു. ഒരു ദിവസം ഈ കുട്ടി വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുകൻ്റെ രൂപത്തിലുള്ള ഗൃധ്രാസുരൻ വന്നിട്ട് ഭഗവാനെ വധിക്കാൻ നോക്കുന്നതും, ഭഗവാൻ അവനെ വധിക്കുക. കൃഷ്ണൻ്റെ ബാലലീല പോലെ തന്നെ കുറേ ചെറിയ അസുരന്മാരുടെ വധങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ എണ്ണം വരുന്നുണ്ട്. ആ ഗൃധ്രാസുരൻ കൊക്കുകൊണ്ട് ഗരുഡൻ സർപ്പത്തെ കൊത്തിയെടുക്കുന്നത് പോലെ ഭഗവാനെ കൊത്തിയെടുത്ത് പോകാൻ പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ കുട്ടി അവനെ വധിച്ച് അവൻ്റെ യഥാർത്ഥ രൂപത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശ്രീപാർവതിയുടെ വിലാപം, അങ്ങനെ പ്രാർത്ഥന, അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വിസ്തരിച്ചിട്ട് തന്നെയാണ് പുരാണത്തിൽ പോകണം. നമുക്കതൊക്കെ ഒന്ന് ചുരുക്കി പറയാവുന്നതാണ്. കാരണം അനവധി അസുരന്മാരെ വധിക്കുന്നുണ്ട്. ഓരോന്നും ഇതുപോലെ തന്നെ ശരിക്കും കൃഷ്ണൻ്റെ ബാല്യലീല പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതേമാതിരി ആ കുട്ടിക്ക് 2 മാസം പ്രായമായപ്പോൾ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം ഊഞ്ഞാലിരുത്തി ആട്ടുന്ന സമയത്ത് എലികളുടെ രൂപത്തിൽ 2 അസുരന്മാർ വന്നിട്ട് ഭഗവാനെ വധിക്കാൻ നോക്കുന്നതും ഭഗവാൻ അവരെ വധിക്കുന്നതും വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ ഭഗവാന് കുറച്ചുകൂടെ മുതിർന്നു. ആ 3 മാസം പ്രായമായ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മയോടൊപ്പം കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ക്രൂരൻ എന്നു പേരുള്ളൊരു അസുരൻ പൂച്ചയുടെ വേഷത്തിൽ വന്നിട്ട് അമ്മ ഉറങ്ങുമായിരുന്നു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അവനെയും ഭഗവാൻ വധിക്കുന്ന കഥ വരുന്നുണ്ട്. 4 മാസം പ്രായമായപ്പോൾ മഹർഷി പത്നിമാർ കുട്ടിയെ കാണാൻ വേണ്ടി വന്ന് ലാളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്
ഒരു ബാലാസുരൻ എന്ന പേരിൽ ഒരു മായാവിയായിട്ടുള്ളൊരു അസുരൻ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഭഗവാന്റെ കൂടെ കളിക്കാൻ വന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്ത് അവനെ ആകർഷിച്ചു. ആദ്യം മെല്ലെ പുറത്ത് കൊണ്ടുപോയിട്ട് കുട്ടിയെ കൊല്ലാൻ നോക്കി. അവനെയും ഭഗവാൻ വധിച്ചു കളഞ്ഞു. ഇങ്ങനെ അനവധി ആപത്തുകളുണ്ടായ സമയത്ത് ഗണേശൻ മഹാബലനാണെന്നൊക്കെ അമ്മയ്ക്ക് അറിയാമെങ്കിലും പെറ്റ വയറല്ലേ വിഷമിക്കും. സാക്ഷാൽ പരാശക്തിയാണ് അമ്മ. എന്നാലും തൻ്റെ കുട്ടിയുടെ കാര്യം എന്ന് വരുമ്പോൾ കുട്ടിക്കൊരാപത്ത് വരുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുന്ന സമയം അമ്മയ്ക്കുണ്ടായി. അങ്ങനെ അമ്മ മനസ്സിൽ വളരെ വ്യാകുലപ്പെട്ടിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മരീചി മഹർഷി പ്രജാപതികളിൽ പെട്ടതാണ്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ പെട്ടത്. അദ്ദേഹം അവിടെ ഭഗവാനെ കാണാൻ വന്നു. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല, സകലതും അറിയാം. മനസ്സുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ചെയ്യാൻ പറ്റുന്ന സപ്തർഷിമാരിലെ പ്രമുഖനാണ് മരീചി മഹർഷി. അദ്ദേഹം വന്നപ്പോൾ ശ്രീപാർവതി തൻ്റെ തോഴിമാരോട് കൂടിയിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാലൊക്കെ കഴുകി ചൂട്ടി അവിടെ ഇരുത്തി. തൻ്റെ അച്ഛൻ പൂർവ്വത്തിലെ തൻ്റെ അച്ഛൻ ദക്ഷൻ്റെയും ജ്യേഷ്ഠനാണ് മരീചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മുതുമുത്തു വല്യച്ഛനാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് സാധാരണ എവിടെയും പോവാത്ത ആളല്ലേ, മരീചിയെ വളരെ കുറച്ചേ കാണുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുരാണങ്ങൾ അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കണം കാണില്ല. അങ്ങ് എവിടെയും പോവാത്ത ഒരാളല്ലേ, അങ്ങ് എന്താ പെട്ടെന്ന് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ സ്വയമേവ എവിടെയും പോയില്ല, പക്ഷേ കഴിഞ്ഞൊരു ദിവസം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നിൻ്റെ മകനെ കണ്ടു എൻ്റെ ധ്യാനത്തിൽ, അവൻ എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി വേഗം മകനെ കൊണ്ടുവന്നിട്ട് മടിയിലിരുത്തി, അങ്ങ് ഇവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. തൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇത് സാധിക്കണത്, എൻ്റെ മകനെ അങ്ങയുടെ മടിയിലിരുത്താൻ സാധിക്കണേ പറഞ്ഞിട്ട് ദേവി കരഞ്ഞുകൊണ്ട് വീണ്ടും നമസ്കരിച്ചു. ആലോചിച്ച് നോക്കൂ, ശ്രീപാർവതി നമസ്കരിക്കുക മരീചിയെ, ഗണപതിയെ മടിയിലിരുത്തി കൊടുത്തിട്ട്. മഹർഷി പറഞ്ഞു, നിൻ്റെ ഈ പുത്രൻ ബ്രഹ്മസ്വരൂപനാണ്, വായുവിനെ ഭക്ഷിക്കണ മുനിമാർ ധ്യാനിക്കണത് ഈ ഗണപതിയാണ്, അണുക്കളിൽ വെച്ച അണുവണുവൻ, അണോരണീയന മഹതോ മഹീയന അപ്രമേയന എന്ന് പറയും ജഗതോദ്ധാരണ എന്നുള്ള പാട്ടിൽ പുരന്ദരദാസൻ അല്ലേ. ജഗതോദ്ധാരണ എന്നുള്ള പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അണോരണീയന, തൊണ്ട ശരിയല്ല, പാടാൻ പറ്റില്ല, ഒട്ട് ശരിയല്ല തൊണ്ട. അണോരണീയന മഹതോ മഹീയന അപ്രമേയന, ഒരു വിഷയത്തിലും പെടുത്താൻ പറ്റാത്തവൻ, അണുക്കളിൽ വെച്ച് അണുവായവൻ, ഏറ്റവും വലുതിൽ വെച്ച് ഏറ്റവും വലുതായവൻ എന്ന് പരബ്രഹ്മത്തിനെ പറയുന്നുണ്ട് ഭഗവാനെ. അതേപോലെ എന്നിട്ട് പറയുക, ഇവൻ 27 തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യണമെന്ന്. ഗണപതിക്ക് 27 തത്വങ്ങളാണ്. ചേതനയുള്ള ചൈതന്യമുള്ള ഈ വിശ്വം ഇവൻ്റെ തന്നെ രൂപമാണെന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ പറയണത് വീണ്ടും ആവർത്തിക്കുകയും ഞാൻ ഓം വിശ്വം എന്ന് പറയണു. ആ രൂപം ഇവൻ്റെയാണ്. കഴിഞ്ഞ യുഗത്തിൽ ഇവൻ സിംഹാരൂഢനായിട്ടുള്ള വിനായകനായിരുന്നു. രണ്ടാമത്തെ യുഗത്തിൽ മയൂരവാഹനായിട്ട് മയൂരേശൻ എന്നുള്ള പേരിൽ ഇവൻ അസുരന്മാരെ നശിപ്പിക്കും. കലിയുഗത്തിൽ ഇവൻ ഗജാന രൂപത്തിൽ തവിട്ട് നിറമുള്ളവനായിരിക്കും. ഗൗരി ഇവനെ കൊല്ലാൻ പല അസുരന്മാരും വരും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ പറഞ്ഞു, മഹർഷേ, ഞാൻ അങ്ങയോട് പറയാൻ വരികയായിരുന്നു, ഇതിനകം തന്നെ കഴുകൻ്റെ രൂപത്തിലും എലിയുടെ രൂപത്തിലും കുട്ടിയുടെ രൂപത്തിലും വരെ വന്നിട്ട് അവനെ കൊല്ലാൻ നോക്കി. അവൻ എല്ലാവരെയും വധിച്ചുകൊണ്ടാണ് അവൻ സ്വയം രക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മാതാപിതാക്കളെന്നുള്ള നിലയ്ക്ക് അച്ഛന് യാതൊരു ടെൻഷനില്ലെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇവൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇവൻ്റെ കഴുത്ത് കെട്ടാൻ ഒരു ഏലസ് വേണമെന്ന് പറഞ്ഞു. ആ ഏലസ് ചോദിക്കുമ്പോൾ മരീചി മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗണേശ കവചം. വളരെ വിശേഷപ്പെട്ട കവചമാണ്. അത് ബാലരക്ഷയ്ക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് കണ്ണേറ് അല്ലെങ്കിൽ വയ്യായ ദഹനക്കേട് ഇങ്ങനെ ചില കുട്ടികൾ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയോ ഉറങ്ങില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മമാർക്ക് ചൊല്ലി മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാവുന്ന രക്ഷയാണ് ഗണേശ കവചം. അതിൻ്റെ ധ്യാനക്രമമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ട് ആ ഗണേശ കവചം പറഞ്ഞതിന് ശേഷം അവസാനം അതിൻ്റെ ഒരു ഫലസിദ്ധി പറയും. ഇത് വായിക്കണവർക്കും പറയണവർക്കും എല്ലാ രക്ഷയും ലഭിക്കും. ജയിലിലായിട്ടുള്ള ആൾക്കാരെ പുറത്തു വരെ കൊണ്ടുവരാൻ പറ്റും. കാരാഗൃഹത്തിലുള്ളവർ മോചിപ്പിക്കപ്പെടും. വധശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കും. രാജാവിൻ്റെ പ്രീതിക്ക്, ഭരണാധികാരികളുടെ പ്രീതിക്ക് പാത്രവും. മുദ്ഗലൻ എന്ന് പറയുന്ന മഹർഷിക്കാണ് ഈ ഗണേശ കവചം ആദ്യം കിട്ടിയത്. അദ്ദേഹം കശ്യപനത് ഉപദേശിച്ചു കൊടുത്തു. കശ്യപനിൽ നിന്ന് മാണ്ഡവ്യ മഹർഷിക്ക് അത് കിട്ടി. ഈ മഹർഷിയാണ് മരീചിയായിട്ടുള്ള എനിക്ക് ഉപദേശിച്ചു തന്നത് ദയയോട് കൂടിയിട്ട്. അങ്ങനെ ആ ഗുരുക്കന്മാരുടെ പരമ്പരയും പറയും. ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കണം. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരുടെ പരമ്പര പറഞ്ഞത്. ഇതിന് അയാൾ ഇയാളോട് പറഞ്ഞു, ഇയാൾ അയാളോട് പറഞ്ഞു എന്ന് പറയുന്നത്. ഇത് കുറ്റം പറയൽ പോലെയല്ല. നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് അയാളാണ് പറഞ്ഞത്. അയാളോട് ചോദിച്ചാൽ നിന്നോട് ആരാ പറഞ്ഞത്? അയാൾ എന്നോട് മറ്റേ ആൾ. അത് കുറ്റം പറയുമ്പോൾ അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ഇത് ആദരവോട് കൂടിയിട്ട് നമസ്കരിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഋഷിപരമ്പരകൾ, ആ ഗുരുപരമ്പരകളെ മുഴുവൻ അനുസ്മരിക്കും. ഈ മഹർഷിയാണ് എനിക്കിത് പറഞ്ഞു എന്ന് പറയും. ഇതിനെ ഭൂർജപത്രത്തിൽ ഒരു തൊലിയാണ്. നമ്മുടെ നാട്ടിൽ കാണില്ലേ, മധ്യപ്രദേശിലൊക്കെ പോയാൽ കാണാം, വളരെ ലൈറ്റായിട്ടുള്ള തൊലിയാണ്.
അവിടെ യന്ത്രങ്ങൾ എഴുതി ഈ ഭൂർജപത്രത്തിൽ, ആ ഭൂർജപത്രത്തിൽ എഴുതി അതെങ്ങനെയാ വെച്ചാൽ മാതളത്തിൻ്റെ കമ്പ്, മാതള വൃക്ഷത്തിൻ്റെ കമ്പിനെ ചെത്തി കൂർപ്പിച്ചിട്ട് രക്തചന്ദനത്തിൽ മുക്കിയിട്ട് ഈ കവചം മുഴുവൻ അതിലെഴുതുക. എഴുതിയിട്ട് അതിനെ ചുരുട്ടി കഴുത്തിൽ ചുവന്ന ചരടിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദുരിതവും അവസാനിക്കും. പക്ഷേ ഭക്തിയില്ലാത്തവന് ഇതെഴുതി കെട്ടിക്കൊടുക്കുവരുത്, ഉപദേശിക്കുവരുത് എന്ന് പറഞ്ഞിട്ട് ഗണേശ കവചം പറയണവിടെ നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. സർവത്ര ഗണേശനാമ സങ്കീർത്തനം. ശ്രീ ഗണേശായ നമഃ. ഗുരുവായൂരപ്പ.